എടാ കുണ്ണേ, എടാ ഇത് ഓടിച്ചിട്ടുണ്ടോ ഈ കാറിനെ എടുത്ത്? ഈ കാറിനെ എടുത്ത് ഓടിച്ചിട്ടുണ്ടോ? ഇതെടുത്ത് ഓടിച്ചിട്ടുണ്ടോ ഈ കാറിനെ? ഈ കാറെ ഓടിച്ചിട്ടില്ലല്ലേ? ഓക്കെ ചാറ്റ്, ഈ റെഡ് കാർ വെച്ച് ആദ്യമായിട്ട് ഡ്രൈവ് ചെയ്യാൻ പോവാണ്. ഡ്രൈവിങ്ങിന് ഇറങ്ങിയേക്കുവാണ്. നോക്കാം എനിക്ക് ഇൻറ്റീരിയർ ഡൗൺലോഡ്. എടാ ഇൻറ്റീരിയർ ഡൗൺലോഡ് അല്ലേ ചൊട്ട? മെയിൻ്റനൻസ് പോലെ എല്ലാം ഉണ്ടല്ലോ. എടാ 45 നിൽക്കും. എന്ത് മാതിരിയത്? എടാ ഇത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ലേ, ഒരു പരിപാടി ഞാൻ ചെയ്തിട്ടില്ല. ഇതിൻ്റെ അത് ഇതൊന്നും വെച്ചിട്ടില്ല. മറ്റേ എക്സോസ്റ്റും ആ പരിപാടിയൊന്നും വെച്ചിട്ടില്ല. സിറ്റി ഇറങ്ങട്ടെ. സിറ്റി അവിടെ ലോഡായി. ഓക്കെ അവിടെ ഇവിടെ വന്നാൽ എനിക്ക് അവിടെ മാർക്ക് ചെയ്തിട്ട് അവിടെ പോകണം. അല്ലാതെ എനിക്ക് ഗ്രാഫിക്സ് മൈരൻ്റെ കാര്യം എൻ്റെ മോൻ. എടാ ഇൻറ്റീരിയർ നോക്കട്ടെ. ഈ വണ്ടിയിൽ ഇൻറ്റീരിയർ ഞാൻ നോക്കിയിട്ടില്ല. എടാ എടാ ഇതിലും ഇങ്ങനെ ഉണ്ടാ? എടാ നിൽക്കേ മയിരി വെളിച്ചിട്ടുള്ളവരുണ്ട്. എടാ ഇത് കണ്ടാ? എടാ എന്തോരം കിടിലോടാ ഇത് സംഭവം. ഈ സംഭവം എന്ത് ഡബിൾ ആണെന്നറിയാമോ? ഈ മറ്റേ നമുക്ക് അറിയാം നൈറ്റ് ഇട്ടാലേ കണ്ട ഇങ്ങനെ സ്ക്രീൻ കണ്ട വണ്ടിയിനകത്ത് ഇതിലും ഉണ്ടായിരുന്നല്ലേ? ഓ സീരിയസ്ലി ഡബിൾ ചോദിച്ചാൽ. എടാ ഇതെന്തോന്ന്? എന്തോ സംഭവം മനസ്സിലായില്ല. ചെയ്തിട്ടായിട്ട് ഓ ഓ ചാറ്റ്. എടാ അതെന്ത്? എടാ അതെന്തോ വന്നടാ അത്. എടാ എൻ്റെ പൊന്നോ, ഇത് കണ്ട? എടാ ഫസ്റ്റ് ടൈം ഈ കാർ വാങ്ങിച്ചിട്ട് ഏകദേശം 1 മാസമായേ. ഇപ്പോഴാണ്, അന്ന് 18 കാറാണ്ട വാങ്ങിച്ചില്ലേ, ഞാൻ എല്ലാം ഓടിച്ചിട്ടില്ല. മെയിനായിട്ടുള്ള 3 ഓടിച്ചിട്ടുള്ളേ. ഈ കാർ ഇപ്പോഴാണ് ഞാൻ ഓടിച്ച. ഇപ്പോഴാണ് എടുത്ത് ഇവൻ്റ് കംപ്ലീറ്റ് ചെയ്യാൻ മാത്രം എടുത്തതാണ്. ഇത് കണ്ട? ഇതിന് ഞാൻ ഇപ്പോഴാണ് കാണുന്ന. ഡേയ് എടാ ചാറ്റ് സീരിയസ്ലി എടാ ഇതിലോട്ട ഇത് കണ്ട? ഇത് കണ്ട? യോ ചാറ്റ് അത് ഡബ്ല്യു വേണേട്ടാ. ചാറ്റ് സീരിയസ്ലി ചാറ്റ് ഡബ്ല്യു ചാറ്റ് അത് കൊള്ളാം കേട്ടോ. അത് മറ്റേ പബ്ജി BGMI കാർ ഇങ്ങനെ മൂട്ടണേ അടയ്ക്കുന്ന സംഭവം അതാണ്. ഓ BGMI ചാറ്റ് BGMI കാർ കൊള്ളാം കേട്ടോ. സ്പീഡ് ചെക്ക് ചെയ്യട്ടെ. എടാ ഇൻറ്റീരിയർ അത്യാവശ്യം കൊള്ളാം. മറ്റേ ആ സംഭവം ഉള്ളതുകൊണ്ട് നമുക്ക് നൈറ്റിലും ഭയങ്കര ഇതോടെ ഓട്ടിക്കാം, ധൈര്യമായിട്ട് ഓട്ടിക്കാം. സ്പീഡ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകട്ടെ, ചെക്ക് ചെയ്യാം. സംഭവം കൊള്ളാം കേട്ടോ. ഇഷ്ടപ്പെട്ടു നല്ല കാർ. ഇതെന്ന് വെച്ചാൽ കിഡില്ല. ആ പരിപാടി ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ ഇങ്ങനെ തുറന്ന് വെച്ച് ഓടിക്കുമ്പോഴേ അത് നന്നായിരിക്കും. സ്പീഡ് നോക്കട്ട്. എടാ എന്തെല്ലാം ലൊട്ടയിലിടിച്ച്. എടാ ഈ ലൊട്ട എൻ്റെ പിന്നാലെ പറഞ്ഞ് മാറാ. എടാ എന്തര കയറി ഇടിച്ച്. എടാ 200 സ്പീഡിൽ പോകണോടാ. 200 സ്പീഡിൽ പോകണം എങ്കിലേ പറ്റൂ. 200 സ്പീഡ്. ഇത് 150 കയറണോളൂ. അതെന്ത്? എടാ 150 അല്ല 200 കയറാ. എടാ ചാറ്റ് ഈ വണ്ടി നിൽക്കുക. ഈ വണ്ടി റിവ്യൂ ചെയ്യട്ടെ ചാറ്റ്. ഈ വണ്ടി റിവ്യൂ ചെയ്യട്ടെ. എനിക്ക് ഈ മിഷൻ കംപ്ലീറ്റ് ആകാം. ഒരുപാട് നേരം വേണ്ട. ബഗ് ഇപ്പം ഇല്ലല്ലോ. എനിക്ക് ഈവനിങ് കിട്ടുമോട്ടെ ചാറ്റ്. സീരിയസ്ലി ചാറ്റ് ഇങ്ങനെ ഡ്രൈവ് ചെയ്യണത് ഡബ്ല്യു ആണ്. ഈ വണ്ടി ഇങ്ങനെ ഇതിപ്പോഴാണ് കാണുന്നത്. ഇങ്ങനെ കണ്ട ഇത് അടയ്ക്കാം, തുറയടാ കുണ്ണെ. എടാ തുറന്ന് ചാറ്റ്. സീരിയസ്ലി ചാറ്റ് ഡബ്ല്യു ചാറ്റ്. അതിന് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഏതൊന്ന് മാറ്റട്ടെ. ഫസ്റ്റ് പേഴ്സൺ ആ സാധനം ഇട്ടോട്ട് കണ്ട. നമുക്ക് ഇങ്ങനെ ആകാശത്ത് നോക്കാം. എടാ ഇടിക്കല് ആകാശത്ത് നോക്കാൻ പിടിക്കണം ഒട്ട. കണ്ട റോഡൊക്കെ ഇവിടെ ക്ലിയറായിട്ട് കാണാൻ നിൽക്കേ. ഇപ്പോൾ വെയിറ്റ് ഒരു 10 വോട്ട് സ്പീഡ് കുറച്ച് പോവാം. 10 അല്ല 20 വോട്ട്. ഇത് കണ്ട
സ്കൈ നോക്കി പോവാം. എനിക്ക് ബ്രൈറ്റ്നസ് എത്ര 100% ഇട്ട്. കണ്ട ആകാശത്ത് നോക്കി പോവാം. ആകാശത്ത് നോക്കി പോവാം. കണ്ട ആകാശത്ത് നോക്കി പോവാം. അത് സംഭവം നൈസായിട്ടുണ്ടോ എടാ എനിക്ക് അതെന്തോന്ന് ഇതിൻ്റെ ബ്രേക്ക് പിടിക്കാൻ ബേക്ക് ലൈറ്റ് കത്തണ ആ സംഭവം ഉണ്ടാവും ഒരുമാതിരി എന്താ പറ്റില്ല സംഭവം കൊള്ളാം. അതെനിക്ക് ഇഷ്ടപ്പെട്ടു എടാ. ഒരു ഇവൻ്റെല്ലാം മറ്റേ ഡെയിലി മിഷൻ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി കെയർ ചെയ്യണേ ചാരി. ഈ കാർ കൊള്ളാടാ സീരിയസ്ലി ചാരി. ഡബ്ല്യു കാർ കൊള്ളാം കേട്ടാ. സ്പീഡൊന്നുമില്ല പക്ഷെ നമുക്ക് ചുമ്മാ നന്നായിട്ട് ഡ്രൈവൊക്കെ ചെയ്ത് ആ ഒരു ഇതിൽ പോകാൻ വേണ്ടി ഡബ്ല്യു തന്നെ കേട്ടാ. ചുമ്മാ പറയൂല സീരിയസ്ലി ചാരി ഡബ്ല്യു. ഒരു 120 വേണ്ട, ഒരു 80 ഇട്ട് പോവാം. അല്ലെ 50 ഇട്ട് പോവാം. 80 വേണ്ട, 50 ഇട്ട് പോവാം. പതിയെ പോവാം. എടാ അതെന്ത് കൊള്ളാല്ലേടാ. എന്നാലും ആ പരിപാടി കൊള്ളാം. ഈ കാറ് ആ ഒരു സാധനം എനിക്ക് ഇഷ്ടപ്പെട്ട്. അത് പിന്നെ ഇൻറ്റീരിയറിൻ്റെ ആ ഒരു സാധനവും ഉണ്ട്. ഇൻറ്റീരിയറിൽ നമുക്ക് അറിയാൻ പറ്റും. നൈറ്റ് ആണെങ്കിലേ റോട്ടിൽ വല്ല പ്രശ്നം വരുവാണെങ്കിലൊക്കെ വ്യക്തമായിട്ട് അറിയാൻ പറ്റണ ആ ഒരു സാധനമുണ്ട്. അതിപ്പോൾ ഈ വണ്ടിയിലാണ് ഞാൻ കാണണം, മറ്റേ വണ്ടിക്ക് ശേഷം. അത് കല്യാണം. പിന്നെ ഇൻറ്റീരിയർ കുഴപ്പമില്ലടാ, ഇൻറ്റീരിയർ മോശമല്ല. ഈ വണ്ടി ഇങ്ങനെ അടയണേയും തുറക്കണേ സാധനം കിട്ടില്ല. അത് ഡബ്ല്യു കണ്ട ആ ഒരു ഇത് കിട്ടില്ല എന്ന് വെച്ചാൽ കിട്ടില്ല ചാറ്റേ. ചാറ്റ അത് എന്താണ് ഇതൊക്കെ? എന്ത് ഗെയിം മയില് കൊള്ളാല്ലടാ. സീരിയസ്ലി എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഡേ കാറേ കുണ്ണേ കൊള്ളാമല്ലോ. അത് കൊള്ളാം. സ്ട്രീറ്റ് ലൈറ്റിൽ വെളിച്ചമില്ലടാ കുണ്ണേ. ഇതാണ് ആ സ്ട്രീറ്റ് ലൈറ്റിലെ വെളിച്ചം. കോഴക്കുണ്ണ. അതെനിക്ക് കൊള്ളാം കേട്ടാ. സംഭവം എന്തായാലും കൊള്ളാം. 207 കയറി. ഇതിൻ്റെ സാധനം ഇല്ലല്ലോ, സ്പീഡ് ബാനറാ എന്തൊരു സാധനം പറഞ്ഞായിരുന്നല്ലേ. കൊള്ളാം. എടാ നൈറ്റ് ഡ്രൈവ് കൊള്ളാം. എടാ നൈറ്റ് ഡ്രൈവേ അമിത സ്പീഡ്. ഒരു 200 അങ്ങനെ ഒരുപാട് സ്പീഡാണ്. ഞാൻ 300-400 ഓടിച്ചാൽ ഇത് കൊള്ളാം. ഈ വണ്ടി കൂടെ പോണോണ്ട് അതിൻ്റെ ഇതുണ്ടാ വൈബുണ്ട് കേട്ടാ. ഇങ്ങനെ അതിൻ്റെ മറ്റേ മുകളിലത്തെ സംഭവമൊക്കെ തുറന്ന് വെച്ചേ കണ്ട. ഇതേപോലെ പോകുമ്പോഴേ റോഡും വ്യക്തമായിട്ട് ഇടിച്ചെന്തായാലും ഒട്ടേര് റോഡ് ഒരുവിധം വ്യക്തമായിട്ട് അറിയാം. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഡ്രൈവ് എനിക്ക് ഇഷ്ടപ്പെട്ടു ചരി. എന്തൊരു സംഭവം എന്ത് റോട്ടിൻ്റെ അവിടെ മൊത്തം ചാറ്റ് ടണല് ലാഗ് ടണല്. കൊള്ളാം. നല്ല വണ്ടി തന്നെ. എത്ര രൂപയ്ക്ക് വാങ്ങിച്ചാ? ഇത് പൈസയ്ക്ക് വാങ്ങിച്ചാണ്, കോയിനൊന്നും വേണ്ടി. ആ കോയിന് വറുത്തല്ല, പക്ഷെ പൈസയ്ക്ക് ഓക്കെയാണ് കേട്ടോ. നൈറ്റ് ഡ്രൈവൊക്കെ ചെയ്യാൻ വേണ്ടി ബെസ്റ്റ് സാധനം, അത് സംശയമില്ല. കണ്ട കൊള്ളാം കേട്ടോ, സാധനം ഇഷ്ടപ്പെട്ടു. ഞാൻ പെട്രോൾ പമ്പിൻ്റെ അങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്ക് അതെല്ലാം ഒട്ടേച്ച് മേടിച്ച്. അതെന്തോന്ന് പെട്ടെന്ന് ഈ മൈരം വന്ന് എന്തേര്. ഹലോ, ശബ്ദം കുറയ്ക്കട്ടെ, ഫാൻ ഓഫ് ചെയ്തിട്ട്. ഹലോ മൈരം വാടച്ചിരുന്നു. ഹലോ എടാ കേക്കാം പറ. ഹലോ അളിയ കേക്കാമോ? എടാ കളിക്കണ്ടേ? എപ്പ കളിക്കണ്ടേ? എടാ അവനാ അറബി അവൻ വന്നില്ല. നീ അവനെ പെട്ടെന്ന് മെസ്സേജ് കയറ്റിയാണ്. ഇന്ന് ശനി, ഇന്ന് ഏത് കുണ്ണ ക്ലാസ് വയ്ക്കാ? നീ വിളിച്ചു കയറ്റവനെ. 12:40. 12:40. ഏതില് ഗെയിമില്? അയ്യ അത് നീ മോഡ് കൊണ്ടാ പറ്റൂലയ്യ. നീ സാധാ കൊണ്ടുവന്നാലേ പറ്റൂ.
ഞാൻ പറഞ്ഞില്ലേ അന്ന് ജെന്യൂൻ സാധനം ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ വന്നില്ലേ അന്ന്. ആണോ? എങ്കിൽ ഞാൻ ഇപ്പോൾ ലോബി വരാൻ വെയിറ്റ് ആക്ക്. ഞാൻ എടുത്തിട്ട് മാറ്റാളിയാ, കേൾക്കാൻ പറ്റില്ല. സ്പീക്കർ കൊണ്ടിട്ട് കേൾക്കാൻ പറ്റൂല. ബേക്കടിക്കാൻ പറ്റേ കയറുക മൈറ്റേ, കയറുക. ലോബി വരട്ട്. എന്ത് വീണ്ടും ഒരു ശബ്ദം? ഇറങ്ങിപ്പോയാ മൈറ്റ. ഹലോ. ഓ വന്ന് ഇത്രയും നേരം ലൈവ് കണ്ടിരുന്നിട്ട് ഇപ്പോഴാണ് കേറിയ. ഇത്രയും നേരം ലൈവ് കണ്ടിരുന്നിട്ട് ഇപ്പോഴാണ് കേറിയ. ലൈവ് കണ്ടില്ല, ഞാൻ ഇത് ചാർജ് ഇട്ടിരുന്ന ഫോൺ. അത് ചാർജ് ഇല്ലായിരുന്നു. മെസ്സേജ് ചാർജ് ഇല്ലായിരുന്നു എന്റെ. ഓക്കെ അളിയാ, ഓക്കെ. ക്യാപ്റ്റൻ വന്ന് മനസ്സിലായില്ല? ക്യാപ്റ്റടാ ഇപ്പൊ വന്നേ ഉള്ളു, ഒരു 2 മിനിറ്റ് ആവും. കേറടാ, നിനക്ക് ഞാൻ പെട്ടെന്ന് കേറ്. നിനക്ക് എന്തളിയാ? ന്യൂ കാർ റിവീലിംഗ് കമ്മിങ് സൂൺ കമ്മിങ് സൂൺ നോക്കാണോ? എടാ ഇപ്പൊ ഞാൻ ഒരു കാർ ഓടിച്ചത് കൊള്ളാം കേട്ടാ, കൊള്ളാം. മറ്റേ BGMI പോലെ കാറിന്റെ. ഓക്കെ ഓക്കെ ക്യാപ്റ്റൻ, നീയും ഗസ് ചെയ്യണേ. അപ്പൊ ഏതാ പുതിയ കാറും കൊണ്ട് വരാൻ പോണെന്ന് പറഞ്ഞു. ഹെഡ്സെറ്റ് മാറ്റണം. അല്ലെ നീ പറഞ്ഞു എനിക്ക് കേൾക്കാം. ഈ 1000 ഹെഡ്ഫോൺ എടുത്ത് കുണ്ണെ കുത്തി വെച്ചേക്കണം. എനിക്ക് ശബ്ദം കേൾക്കണില്ല. എനിക്ക് കേൾക്കാൻ പറ്റില്ല ക്യാപ്റ്റാ. ഇപ്പൊ ശരി, ഇപ്പൊ ശരി. നേരത്തെ ഹെഡ്ഫോൺ എടുത്ത് വെച്ചിരുന്നു. ഓക്കെ ഓക്കെ. അറബീനെ വിളിച്ചിട്ട് ഇപ്പോഴാണ് വന്നത്. ഞാൻ നിന്നെ മെസ്സേജ് അയച്ച അപ്പൊ തന്നെ ഇട്ട്. നീ കേറാൻ വൈകി. ക്യാപ്റ്റൻ കേരളിയാ, കേറ് കേറ് കേറ്. കുണ്ണെ കേറാ. ഓക്കെ അളെ, നീ മൾട്ടിപ്ലേ ഇട്. നീ റൂം ഇട്, ഞാൻ ഇപ്പൊ വരാം. നീ റൂം ഇട്. ഓക്കെ റൂം ഇട്. എടാ ഇന്ത്യ പിന്നെ ഓൺലി ഫ്രണ്ട്സ്. ഇല്ല ഇല്ല, പുതിയ കാറൊന്നും എടുത്തില്ല. അത് പഴയ പണ്ട് വാങ്ങിച്ചു വെച്ച മറ്റേ 50 ലക്ഷം ഉണ്ടായിരുന്നു വാങ്ങിച്ച കാർ എടുത്ത് ഓടിച്ച. എടാ ക്യാപ്റ്റൻ അത് ഗസ് ചെയ്യണം. ക്യാപ്റ്റൻ പറ ആദ്യം. ക്യാപ്റ്റനാണ് കാറിന്റെ ഒക്കെ ആള്. എടാ എനിക്ക് കാറിന്റെ വിവരം ഇല്ല, ഞാൻ നോക്കട്ടെ. കാറിനെ പറ്റി ഞാൻ അത്രയ്ക്ക് അറിവില്ലാത്ത ആള്. എടാ എത്ര 500 കോയിനാണ് 1000 കോയിനാണ്? കോയിൻ പറയത്തില്ലേ, കോയിൻ പറഞ്ഞാൽ മനസ്സിലാവും. മഞ്ഞക്കോയിനാ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മഞ്ഞക്കോയിനുള്ള വണ്ടിയാണ് അത്. നീ മഞ്ഞക്കോയിനെ വാങ്ങുമെന്ന് എനിക്കറിയാം. നീ പൈസ ശേഖരിച്ചു വെച്ച് എനിക്കറിയാം. നീ എന്തായാലും 1000 എടുക്കും. 500 നീ എടുക്കൂല. 1000-ന്റെ 1000 മേലാണ്. 1000 മേലാണ് എടുക്കണം. ഓ 1000 മേലാ. ദേ ചാറ്റ്. അല്ല അത് 10,000. സ്പോർട്സ് അല്ല. സ്പോർട്സ് എടുക്കണം. സ്പോർട്സ് അല്ല റേസ് ചെയ്യും. 1000 മോളിലാണ്. അല്ല ഈ കാറായിരിക്കും 84 നമ്പർ. ഇത് കൊള്ളാടാ, ഇതെനിക്ക് എടുക്കണം കേട്ടാ. ഇതെനിക്ക് എടുക്കണം. ഈ കാർ എനിക്ക് ഇത്ര നാൾ കണ്ടില്ല കേട്ടാ. 84 കൊള്ളാന്ന് തോന്നുന്നു. പ്രീമിയം അല്ലടാ കുണ്ണെ, അല്ലാതെ ആളില് 84. ഓ 84 ആളിൽ 84 അളിയാ. ആളിൽ 84 നിരക്ക് നിരക്കളിയാ. കാരണം എനിക്ക് എടുക്കണം. കുറച്ച് കാർ എടുക്കണോടാ. സ്ലോട്ടാണ് പ്രശ്നം. പുണ്ണാള് 20 സ്ലോട്ട് മുക്കി വെച്ചാണ് പുണ്ടച്ചികള്. ബാക്കി പൈസ മഞ്ഞ. അതിന് 4 എക്സോസ്റ്റ് ഉണ്ട്. 4 എക്സോസ്റ്റ് ഉണ്ട് മഞ്ഞയ്ക്ക്. ക്യാപ്റ്റൻ ഡോഡ്ജ് എന്ന് പറഞ്ഞല്ലേ? അത് നമ്പർ അത് ആളിനകത്തുണ്ട്. നമ്പർ എത്ര? മൈരി കാറൊക്കെ എന്ത് കിടില്ല. ഇതൊക്കെ ഞാൻ എന്ന് എവിടെ വാങ്ങിച്ചു? സ്ലോട്ടില്ല എന്റെ നോക്കണം. സ്ലോട്ടില്ല. കളർ മാറ്റി നോക്കട്ട്. ഉറപ്പില്ലേ
നീ പറ ക്യാപ്റ്റൻ പറ. എക്സോസ്റ്റ് അത് 4 തന്നെ അല്ലേ? അത് 4 തന്നെ. എക്സോസ്റ്റ് 4 തന്നെ വരും. ക്യാപ്റ്റൻ ഇപ്പൊ ഏതാണ് പറഞ്ഞത്? ആ കുണ്ണയുടെ ഒരു ഞാൻ പറഞ്ഞത് ഡോഡ്ജ് ചലഞ്ചർ. ഓക്കെ ലോഡ്ജിൽ ഉറപ്പിച്ച നമ്പർ ഡോഡ്ജിന്റെ നമ്പർ എത്രയാണ്? ഇതിനകത്ത് ഉണ്ടെന്ന് എനിക്കറിയാവുള്ളൂ. ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല അടുത്ത്. വാങ്ങിച്ചതിന്റെ സ്ലോട്ട് ഇല്ലടാ. എനിക്ക് ഇത്തിക്കൂടെ സ്ലോട്ട് ഈ കുണ്ണാള് ഫ്രീക്കാന്ന് തരുന്നത്. ഞാൻ പൈസക്ക് കൊണച്ചു വെച്ചേക്കണ പട്ടികൾ. എന്ത് കുണ്ണയാണ് പൈസക്കടാ. 20 വരെ വാങ്ങിക്കാൻ പറ്റും. അതിനുശേഷം വേണേ ഒറിജിനൽ പൈസ കൊടുക്കണം. കുണ്ണാള് ഞാൻ പറഞ്ഞ 46 എടുക്കണം. റെഡ് ബോക്സ് അല്ല എടുക്കണം. അറബി 46 ഏത് കുഴപ്പമില്ല ചേട്ടാ. കുണ്ണക്കാറമ്മക്ക് എടുത്ത് കളയാടാ. 46 എടാ ഇത് അവന്റെ ഇതവ എടുക്കൂല. ഇത് ഞാൻ അന്നെടുത്ത കാറാണ്. ഇതവ എടുക്കൂല. എനിക്കറിയാം. ഇതവ അന്ന് എടുത്തിട്ട് പറഞ്ഞാണ്. ഇതവ അന്ന് എടുത്തിട്ട് ഒട്ടേന്ന് പറഞ്ഞാണ്. എനിക്കറിയാം. ഈ കാർ എനിക്കറിയാം. ഇത് ഓളെ 84. ക്യാപ്റ്റൻ പറ. ഇത് 46 ഉണ്ടാ? വേറെ നീ എടുക്കണ കുണ്ണക്കാരെ എടുക്കോളാം. അപ്പൊ എന്റെ അനുസരിച്ച് ഞാൻ അവനും കൂടെ ഞാൻ അന്ന് അവൻ്റെ അടുത്ത് അവൻ്റെ ഇരുന്നൊരു കാറ് ചോദിച്ച് 5 ലക്ഷം ഓഫർ ചെയ്തേ. അന്ന് അവൻ എനിക്ക് തന്നില്ല. പിന്നെ ഇന്ന് 2 ദിവസം മുന്നേ എനിക്ക് ആ കാർ ഫ്രീക്ക് കിട്ടി. പ്ലസ് 4 എക്സോസ്റ്റും കിട്ടി. ഫ്രീക്ക് ബൂസ്റ്റർ ഫ്രീ. അത്ര ആ കാർ ഇപ്പം സെയിം കാർ നമ്മളെ ഇരിപ്പുണ്ട്. പക്ഷെ അവൻ്റെ കാറിൻ്റെ 10 ഇരട്ടിയാണ് എൻ്റെ കാറിൻ്റെ പവർ. നീ മുമ്പത്തെ മറ്റേ വീഡിയോ ഒക്കെ എടുത്ത് നോക്കി അറിയാം. ഞാൻ പറയണ 66 സുബാറു കൊടുത്തു. സുബാറു വീട്ടിലോ 66 അതിലെല്ലാ കാർ നല്ല കുണ്ണാളെല്ലാം നല്ല കാർ. ഇഷ്ടപ്പെട്ടു. ക്യാപ്റ്റൻ ഇന്നത്തെ മിഷൻ കംപ്ലീറ്റ് ആകും. നിനക്ക് 300 പോയിന്റ് ഉണ്ടെങ്കിൽ ചിലപ്പോ GTR ആയിരിക്കും എടുക്കണം. നമ്പർ എത്ര GTR-ന്റെ? R35 അല്ലേ? നോക്കട്ടെ. R35ന്റെ നമ്പര് 485. 4 നീ എടുക്കൂല. മിക്കവാറും നീ എടുക്കാൻ വേണ്ടി ഡുവൽ എക്സോസ്റ്റ് ആയിരിക്കും എടുക്കണം. അത് ഉറപ്പാണ്. എക്സോസ്റ്റ് നോക്കോടാ. സ്പീഡാണ് കൺസിഡർ ചെയ്യണം. 85 അല്ലേ? R35 ഇവിടെ കിടക്കണ്ടാ. 85 എടുക്കൂല. 85 ചാൻസ് ഇല്ല. എടാ നിന്റെ എത്ര രൂപ ഇരിപ്പുണ്ട് അത് പറ. നിന്റെ എത്ര രൂപ ഇരിപ്പുണ്ട്? ഇങ്ങനെ ഒന്നുകൂടെ മാറ്റി ഗസ് ചെയ്യാം. ഞാൻ പറയുന്നത് 117 എടുക്കുവാണ്. 117 ഇത് കിടിലം കാറ്. എന്ത് കാറ്? കണ്ടില്ലടാ. 117 ടോക്കില് 541 HP ഉണ്ട് വണ്ടി. ഹോഴ്സ് പവർ ഡബിൾ മറ്റേ 4 എക്സോസ്റ്റ് എല്ലാം സെറ്റ് തന്നെ. എടാ പൈസ ഞാൻ ഇങ്ങനെ കാർ എടാ തൊപ്പീരെ BM കാണണോ? 119 തൊപ്പീരെ BM ഇടക്കണം. അത് കൊള്ളാടാ. തൊപ്പീര അത് അവന്മാര് 2000 കോയിന് ഇട്ടോളാ. അത്ര ഈ വണ്ടിക്ക് ഇത്രയുള്ള 2000 ഉള്ള. നീ പറഞ്ഞ ഒറിജിനല് പൈസക്ക് കൊടുക്കണ BM ഉണ്ട്. അത് ഞാൻ കണ്ടായിരുന്നു. പ്രീമിയം കൊണ്ടേല്. പ്രീമിയം അല്ലടാ. പ്രീമിയം സ്പെഷ്യൽ ഞാൻ പറഞ്ഞ സാധനമാണ് ഇത്. 124 ഈ കാറൊക്കെ
കൊതിയാവണ് കാണുമ്പോ തന്നെ ഇത് കാരണം. പ്രത്യേക സൗണ്ട് ഉണ്ട് ടർബോന്റെ. എനിക്ക് ഇത് എടുക്കാറുണ്ടായി അത് പറ്റില്ല. കോയിഞ്ചിലാവില്ലേ 16 മെക്ലാറിനെ എടുത്തില്ലേ, അതൊക്കെ ഇതെടുക്കായിരുന്നു. എടാ അത് മെക്ലാരൻ എപ്പോഴും ആ ഒരു ലെവൽ ഉണ്ടളിയാ. ഇതും എനിക്ക് വേണേ എടുക്കാന്നേ ഉള്ളു. മെക്ലാരൻ ഒരിക്കലും വേസ്റ്റ് അല്ല. എന്താളിയാ പറയണ? ഏറ്റവും top അത് ഇതിന്റെ ഇതാണ്, ഇതിന്റെ ടോപ്പാണ്. പിടിക്കാൻ പറ്റുമോ മെക്ലാറിന്? പിടിക്കാൻ പറ്റും. ആര് പറഞ്ഞു? എനിക്ക് നീ റൈസ് വാ, ഇത് GTR എടുത്തോണ്ട് വാ, ഞാൻ മെക്ലാരനെ കൊണ്ടുവരാം. എന്റെ ഗോൾഡ് വൈ ഇല്ല. ഗോൾഡ് വൈ ഉണ്ടെങ്കിൽ R35 ഇറക്കിയത്. നീ കോയിൻ ശേഖരിച്ച് വെച്ചിട്ട് വാ, കോയിൻ കൊണ്ട് ശേഖരിച്ച് സെറ്റ് ആക്കിട്ട് വാ. ഓക്കെ. അതില് എനിക്ക് ഈ ടാസ്ക് കംപ്ലീറ്റ് ആക്കി ഞാൻ പണ്ടൊക്കെ അല്ലെങ്കിൽ പണ്ടത്തെ ഒരു സാധനം എടുക്കും, ലെജൻഡ് ഫെറാറി F40 എടുക്കും, മറ്റേ സ്പേസിൽ. ഓ അത് ഞാൻ കണ്ടിട്ടുണ്ടോ, മറ്റേ സ്പേസിൽ കൂടെ പോണോർണല്ലേ ഞാൻ മറ്റേ പരസ്യം കണ്ടല്ലേ അത്? ഫെറാറി F40 പരസ്യമല്ലേ? ലെജൻഡാണ്. പരസ്യം ആ, അത് ഞാൻ കണ്ടിട്ടുണ്ട് പണ്ട്. ഉറപ്പിച്ചല്ലേ? ഞാൻ 84 പറഞ്ഞു. ക്യാപ്റ്റൻ ഏത് ഇതാ ബ്ലാക്ക് 120 അതാണ് 124. എന്റെ 2000 കോയിൻ ഉണ്ടെങ്കിൽ അതായിരിക്കും എടുക്കണം. അത് ചിലപ്പോ ഇനി കൂടിയത് 1500 കോയിൻ 1000 മുകളിലുണ്ട്. 1000 മുകളിലേ ഉള്ള എങ്കിൽ പിന്നെ നീ എടുക്കൂല. എടുക്കത്തില്ലല്ലോ. എടുക്കത്തില്ല. അവൻ ചോദിക്കണേ നല്ല കാറേന്ന് അറിയാൻ ചോദിക്കണേ കൂടെയാണ്ട്രാ. എടാ ഇത് നമ്മൾ വിചാരിക്കാതെ ഏതെങ്കിലും വണ്ടി എടുത്തോണ്ട് വരുവാടാ. അംബാസഡർ കൊണ്ടുവരും. പോർഷ് എത്രയാണ് നോക്കട്ട്? പോർഷിന്റെ അകത്ത് എവിടെയാണ് നോക്കട്ടെ, ഞാൻ കണ്ടില്ലല്ലേ. 911 ഉണ്ട്. എവിടെ ഈ 911 നോക്കണം ഇനി എത്ര എന്തോ. അത് ഇവിടെ ഇതിനകത്ത് എവിടെ കിടപ്പുണ്ട്. കണ്ടീഷൻ കാർ ക്ലിയറൻസ് ഒക്കെ ലൊട്ടായിട്ട് കിടക്കണം. കാർ ക്ലിയറൻസ് ചെയ്തിട്ട് ഇതൊക്കെ ടെസ്റ്റ് ഡ്രൈവ് കിട്ടുവന്നേ കൊള്ളായിരുന്നു. ഇതൊക്കെ ഏതെങ്കിലും എടുത്ത് ഇതിന്റെ എഞ്ചിൻ എന്തോന്ന് ലൊട്ട. ടെസ്റ്റ് അടിക്കാൻ പറ്റൂല ഒരൊറ്റ ഒരെണ്ണത്തിന്. അത് നീ 161 കാർ വാങ്ങിക്കാണ്. നോക്കാം എനിക്ക് ഞാൻ എൻ്റെ കാറിൻ്റെ കളറിന് സെറ്റ് ആയിക്കോട്ടെ. ഒഫീഷ്യൽ ഇത് പണ്ടത്തെ അല്ലേ, ഇത് കിടക്കട്ടെ. ഉണ്ടച്ചി മോനെ, ഇത് എൻ്റെ ഒഫീഷ്യൽ സാധനം എനിക്ക് തരൂല്ലേ നീ? ഓഫീഷ്യലി കിട്ടില്ല. ഞാൻ ഒരു കാറിന്റെ കളറേ അത് പണ്ട് സെലക്ട് ചെയ്ത് വെച്ചിരുന്നു, ഇപ്പൊ എനിക്ക് തരൂലെന്ന് മയിര്. ആ മയിര ഇപ്പൊ സെറ്റായി. ഇപ്പൊ സെറ്റായി. ഇതല്ലേ അന്ന് നോക്കാം ഇപ്പൊ കറക്റ്റ് 161 നോക്കാം. പറ്റിയൊരു കിട്ടിലും കാവ് കേട്ടോ. എന്റെ കുഞ്ഞു എന്തൊരു സാധനോടാണ്. എടാ 10 എടുത്ത് വയ്യാണ്ടേ. 10 ഓഫ് റോഡിൽ 10 വയ്യാണ്. ഞാൻ 160 കിട്ടിയില്ല സാധനം. 161 അങ്ങ് അറ്റം. 10,000 കോയിനാ. നോക്കട്ടെ എത്രയെന്ന്. 15,000 പോയി. ജീവാഗനൊക്കെ ഉണ്ടോ? വൈറ്റ് അല്ലേ കണ്ട് ഓഫ് റോഡ്. എടാ നമുക്ക് ഓഫ് റോഡ് പോയാലോ? ഞാൻ അതാണ് ചോദിച്ചത് നിന്റെ ഒക്കെ അടുത്ത്. എന്റെ വണ്ടി എടാ കുന്നെ നിനക്ക് ഇവന്റ് കളിച്ചുകൂടാടാ. നീ ഓഫ് റോഡ് വണ്ടി പോയിടാളിയാ. പൈസ എടുക്ക് സെറ്റ്. എടാ അവൻ ഹെഡ്സെറ്റ് വെച്ചാടാ കുന്നെ നീ വീണ്ടും. എനിക്ക് ചെറിയ ശബ്ദ വ്യത്യാസം. നിന്നെ അല്ല ഇവനെ നീ വച്ച എനിക്ക് അപ്പൊ മനസ്സിലാവും. ചരിന്റെ അകത്ത് കൊറേ കാർ എടുക്കാൻ കിടക്കും. ഇത്തി കൂടെ സ്ലോട്ടന്മാർ ഫ്രീ ആയിട്ട് വന്നിരുന്നേ മൈരകള് ഉണ്ടച്ചേള്. എവിടെ ഞാനില്ല എവിടെ ഈ കാർ എവിടെ? അല്ല ഇതല്ലല്ലോ മറ്റേ കാറല്ലേ എന്റെ. ഇതൊന്നും അല്ല ഇവിടെ. ഇതാണെന്ന് തോന്നുന്നു. ഇത് തന്നെ മഞ്ഞ 4 എണ്ണം ഉണ്ട്. അപ്പൊ നിനക്കത് നീ 4 എണ്ണം ഉള്ളതുകൊണ്ട് ചിലപ്പോ അതെടുക്കാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നി. എനിക്ക് 69 BM ഇഷ്ടപ്പെട്ടിട്ടുള്ള E36 ആണെന്ന് തോന്നുന്നു. അല്ലെ നീ ലോഗിൻ ചെയ്തിട്ടുണ്ടോ ഈ ഗെയിമിൽ? നീ ലോഗിൻ ചെയ്തിട്ടുണ്ടാ?
ചെയ്തിട്ടുണ്ട്. അപ്പൊ നിനക്ക് പിന്നെ കോയിൻ കിട്ടാൻ എത്ര പാട്? നിനക്ക് കോയിൻ കിട്ടേണ്ടല്ലേ അല്ലേ റബി? ഗൂഗിൾ വെച്ചിട്ട് 10 കോയിൻ. പിന്നെ എടാ ഈ ഗൂഗിൾ വെച്ച് നീ ലോഗിൻ ചെയ്തില്ലേ? അപ്പം ഗൂഗിൾ വെച്ച് ലോഗിൻ ചെയ്താലേ കിട്ടുള്ളൂ കോയിൻ. ഈ മൈരന്റെ ബോധമില്ലാത്തവനെ ഡാ. ഡെയിലി ആയിട്ട് കിട്ടുള്ളൂ കോയിൻ. ഡെയിലി കോയിൻ കിട്ടും. കോയിൻ 10-20 കോയിൻ വെച്ച് കിട്ടും. ഇങ്ങോട്ട് ചോദിച്ചാൽ അത് കുറച്ച് നേരം എടുക്കും. ബ്ലാക്ക് ബിയും കൊള്ളാൻ പറ്റി 69. 69 അങ്ങോട്ട്. അതാണ് ഈ 36. ഓ ഇതാ. ഓ ഇത് കൊള്ളാം. കളർ നോക്കട്ടെ ഇന്റെ. ഓ ഇതെന്ന് തോന്നുന്നു. ആ ഇത് 106 ചോദിക്കാണ്ടാ. അത് കൊള്ളാല്ല. നിസാന്റെ ഏതാ ഇന്റർനാഷണൽ സംഭവം. നിസാന്റെ 106 ചോദിക്കാൻ. 106 നോക്കട്ടെ. ഓറഞ്ച് ഓറഞ്ച് കളർ അതിന്റെ തൊട്ടപ്പുറത്തിന് സാധനം കളറുണ്ടാ 107. അതിന് 45 കളറാ. അതെന്ത് ഗുണ 45 കളറാ. 100 കളർ എങ്ങനെ നോക്കണ കളിയെ? കളർ നോക്കി സ്റ്റോക്കിൽ തൊട്ട് നോക്കടാ. സ്റ്റോക്കിൽ തൊട്ട് അങ്ങോട്ട് ആക്കി നോക്കിയാൽ മതി. ഓ അങ്ങനെ സ്റ്റോക്കിന്റെ അവിടെ ഒരു ആരോ ഉണ്ടല്ലോ. ഇതെന്ത് മെഗട്രോണാ? പ്രൈം ഒപ്റ്റിമസ് പ്രൈം. എത്ര 106 നമ്പറിന്റെ കാറിന്റെ മോളിൽ സ്ട്രോക്ക് എന്ന് കാണിക്കൂലേ? സ്ട്രോക്ക് അല്ല സ്റ്റൈലില് അങ്ങോട്ട് ഇങ്ങോട്ട് ആരോ ഉണ്ടല്ലോ. ഞെക്കി നോക്കടാ. ഞെക്കി നോക്ക്. ഒപ്റ്റിമസ് പ്രൈമൻ. ചൈന ജപ്പാനീസ്. കളർ മാറി. അനിമേ ഇതേത് കളർ? ഓ എടാ അതില് 37ാമത്തെ കളർ നോക്കിയാണ്. 37ാമത്തെ കളർ ഹെന്തായി അല്ല സെമ്പായി. സെമ്പായി ഒരു പെണ്ണ് ജാപ്പനീസ് പെണ്ണ്. ജാപ്പനീസ് യുവതി. 183. ആ കൂടി 169 ഉള്ളു. 183 എവിടെ? ഓ അങ്ങനെ പറഞ്ഞു. ഈ ഹെഡ്സെറ്റ് സ്പീക്കർ ഇട്ടാണ് ശബ്ദം കുറവാക്കിട്ട. 133. ഓ ഇത് കൊള്ളാല്ലോ. അവനെ ഏത് എടുക്കണമെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നമ്മളൊക്കെ നല്ല കാർ ചോദിച്ചോണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അതാണ് സംഭവം. എടുത്തൊന്നുമില്ല. എടുക്കാൻ എടാ 136 ഓക്കെ ആണ്ടാ. 136 139 M4 BM-ന്റെ M4 2.5 കോടി രൂപയാണ്. 2 കോടി സംതിങ്. 2500 കോടിയല്ലേ ഉള്ളൂ ഇതിന്റെ അകത്ത്. 2500. ഇത് 2500 കോയിനാണ്. 2500 കോയിൻ. 4 എക്സോസ് 4 4 2500. അത്രേ ഉള്ളത്. കുറവാണ്. ഇതൊക്കെ 5000-നൊക്കെ 10,000 ഇടേണ്ടിയാണ് മാതിരി സാധാരണ. മഞ്ഞല്ലേ? ഓ ഒരു മഞ്ഞല്ല. ഒരു ചോപ്പല്ല പച്ച ഒരു പച്ച. നേരത്തെ ആ നമ്പർ എത്രയായിരുന്നു അളിയാ? ഞാൻ മറന്നുപോയി. ആ നമ്പർ എത്ര കാറിന്റെ? ഓറഞ്ച് കളർ ആയിരുന്നു. 155 ഉണ്ട്. അതും പോർഷ് വേണം. അത് കൊള്ളാം. സ്റ്റോക്കിൽ 525 എന്തിനാന്ന് അറബി ഇതിന്റെ എത്ര കോയിൻ ഇട്ട് സത്യസന്ധമായിട്ട് പറഞ്ഞ നല്ല കാറുകൾ ഇപ്പൊ സെറ്റ് ആക്കാം നമുക്ക്. 800 കോയിൻ വെച്ചാണ് അറബി. എടാ അതിപ്പോ നമുക്ക് സെറ്റ് ആക്കാം. ഇപ്പൊ ഇത് 300 കോയിൻ കിട്ടും. ഇവന്റ് കംപ്ലീറ്റ് ആക്കിയ അതിപ്പോ സെറ്റ് ആക്കാം. 1000 ആക്കാം. ഇന്നത്തെ മിഷൻ നോക്കടാ. ഇന്നത്തെ 2 മിഷൻ കംപ്ലീറ്റ് ആക്കി. 1 മിഷൻ കൂടെ കംപ്ലീറ്റ് ആക്കണം. അപ്പൊ നിനക്ക് 1000 ആയില്ലേ? 1000 ആയില്ലേ? അപ്പൊ നിനക്ക് 1000 ആയില്ലേ? ഇങ്ങോട്ട് അതുകൊണ്ടല്ലേ സ്പീഡ്. എടാ അത് നിനക്ക് കേട്ടാ
നിനക്കത് ഇപ്പൊ സെറ്റ് ആക്കാം. നിനക്ക് ആ സ്പീഡ് ബാൻഡർ ഞാൻ പറഞ്ഞു തരാം. നീ എൻ്റെ കൂടെ വന്നാൽ മതി. ഹൈവേയിൽ വരണം. പക്ഷേ ഹൈവേയിൽ വരണം. ഹൈവേയിൽ വരണം. ഹൈവേ വന്നാൽ സെറ്റ്. ഹൈവേയിൽ കുറച്ച് റൗണ്ട് അടിച്ചാൽ മതി. ഹൈവേയിൽ കുറച്ച് നേരം നിന്നാൽ മതി. ഹൈവേയിൽ അങ്ങോട്ടേക്കാണ്ട് കുറച്ച് നേരം പോകണം. ഒരു 2-3 വേണം. അപ്പോൾ അത് സെറ്റ് ആയിക്കോളും. അല്ലെ സിറ്റി പോയാലും മതി. സിറ്റി ലാഗ് കുറച്ച് ഗ്ലിച്ച് ഉണ്ട്. അതാണ് പിന്നെ സിറ്റി വേണ്ടാത്ത. ഗ്രാഫിക്സ് അവിടെ കുറച്ച് നേരത്തെ കണ്ടില്ല ഒരു ഗ്ലിച്ച് അടിക്കും അവിടെ പുണ്ണ. സിറ്റി ഹൈവേ ആണ് ആ സീനില്ല. സ്മൂത്ത് ആയിട്ട് പോയിട്ട് വരാം. ക്യാപ്റ്റ് ഇടണം. ക്യാപ്റ്റ് ഇട്ടാലേ നമുക്ക് കയറാൻ പറ്റും. ക്യാപ്റ്റ് ഇട്. ക്യാപ്റ്റൻ കൊണ്ട് ഇടണം. ക്യാപ്റ്റൻ അങ്ങനെയൊന്നും പോകില്ല. പോയാൽ കൊണ്ടേ വിളിച്ചേ. ഇതെന്തിലൊട്ട ഈ പുണ്ണയൊന്നും വേണ്ട. നല്ല 1000 മേലുള്ള കാറാണല്ലേ എടുക്കണേ. അപ്പൊ നീ 1000 എടുക്കണില്ലേ? 1000 കാറ് നോക്കട്ടെ. ഞാൻ ക്യാരക്ടർ സെറ്റ് ആക്കട്ടെ. ക്യാരക്ടറിന്റെ ഇവന്റെ ഉടുപ്പ് ഇത് കിടക്കട്ടെ. അതാണ് ലൊട്ട. പൈസക്ക് കൊടുക്കണ്ട. അതാണ് മയിരി. എടാ കുന്നാളങ്ങനെ കുന്നത്തരായിപ്പോയി. എന്ത് ചെയ്യാ? ഓ എനിക്ക് വേണേ ഇതെടുക്കാമല്ല. അത്ര 500 കോയിനാ. അതിപ്പോ വേണേ എടുക്കാം. 500 കാറും കുണ്ണയൊന്നും അല്ലടാ. ഇത് വേറെ ഡ്രസ്. എടാ അറബി ഇത് കിടക്കണം. നീ എടുക്കണം. ആദ്യം നീ ഇവന്റ് കംപ്ലീറ്റ് ആക്കളി. അപ്പൊ നിനക്ക് കോയിൻ കിട്ടും. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ഗൂഗിൾ വെച്ച് ജോയിൻ ചെയ്ത് ടാസ്ക് കംപ്ലീറ്റ് ആക്കണം. നീ ഗൂഗിൾ വെച്ച് ലോഗിൻ ചെയ്യാത്തോണ്ടാണോ നമുക്ക് ഇത് സെറ്റ് ആവാത്ത? നീ ഗൂഗിൾ വെച്ച് തന്നെ ലോഗിൻ ചെയ്തേക്കണ. പിന്നെ നീ ചെയ്ത് വെച്ചേക്കണ. ഗൂഗിൾ വെച്ച് ചെയ്യാനോളിയാ. നീ എന്തിലൊട്ട പറയണ? ഗൂഗിൾ ചെയ്താലേ ഇത് കിട്ടുള്ളൂ. അതാണ് ചെറിയ നിനക്ക് ഇടയ്ക്ക് കയറാൻ നേരത്തെ ഒരു ബുദ്ധിമുട്ട്. ഉണ്ണേരെ കാര്യം. നീ ലോഗിനിൽ പോയിട്ട് ഗൂഗിൾ ചെയ്യണം. ഗൂഗിൾ വെച്ച് ചെയ്യണം. അപ്പൊ നിനക്ക് കോയിനും ഡെയിലി കിട്ടും. പൈസയും ഇഷ്ടം പോലെ കിട്ടും. പിന്നെ നീ മറ്റേ കുണ്ണക്കടയിൽ പോയിട്ട് ഒരു കുണ്ണയും കൂടെ വാങ്ങിച്ചാൽ നിനക്ക് ഇഷ്ടം പോലെ പങ്കാളിയായ പൈസയും കിട്ടും. ഓടാ അക്കൗണ്ട് ലോഗിൻ ചെയ്യടാ. നിനക്ക് ഇല്ല അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ ഓപ്ഷൻ ഇല്ല. നിനക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്യും. അക്കൗണ്ട് ലോഗിൻ ചെയ്യണം. ഇത് കിടക്കട്ടെ. ഇതെന്ത് മൈരായി? ഇത് വേണ്ട. ഇത് വേണോ? ഇത് വേണ്ട. ഇത് കിടക്കും. ഇത് ഇതിട്ട് മൈര്. ഇത് വേണോ? ഇത് വേണോ? അവൻ ചെയ്യാത്തോണ്ടാണ് റബി നമുക്ക് കയറാൻ നേരത്തെ ഒരു ചെറിയ ബുദ്ധിമുട്ട്. അവന് കാണിക്കൂലടാ. നമ്മളെ അവൻ ഗൂഗിൾ ചെയ്തിട്ടില്ല. നമ്മള് ഗൂഗിൾ ചെയ്തിട്ടുണ്ട്. അതാണ് വ്യത്യാസം. ആണ് കാണിക്കാത്ത. അതിപ്പോ അവൻ ചെയ്താൽ സെറ്റ് ആക്കാൻ 5 കാര്യമുള്ളൂ. ആ കുണ്ണ ചെയ്തോളും. നീ വാങ്ങിക്കോളിയാ. നീ വാങ്ങിക്കോ. പ്രീമിയം ഒറിജിനൽ പൈസ ഓൺലൈനിൽ കാണിച്ച ഒരു പച്ച ഒരു നീല കുത്ത് കാണിക്കും. കാണിച്ചു. ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇട്ട് പാസ്വേഡ് അറിയാലോ. 55 കയറി വന്നു. കാറേ കുണ്ണേ നീങ്ങടാ. ഓഹോ ഇടിക്കല്ലേ. ഇടിച്ചില്ല. ക്യാപ്റ്റൻ നിനക്ക് കാണിച്ചെങ്കിൽ ആ നീല കുത്ത് കാണിച്ചെങ്കിൽ നിനക്ക് വരാൻ പറ്റുമോ? നീ കയറി വന്നോ. വണ്ടി നിക്കടാ. എനിക്ക് സ്പീഡിൽ പോണു വണ്ടി. എന്ത് വണ്ടി? ക്യാപ്റ്റനെ കാണിച്ചാടാ അളിയാ. ഓൺലൈൻ കാണിച്ച കയറാൻ കാണിച്ച ജോയിൻ ചെയ്യാൻ കാണിച്ച ഏത് മാച്ചില് ഇവൻ വന്നില്ല ഇതുവരെ. ഇപ്പൊ ഉണ്ട്. ജോയിൻ ഒന്നും കാണിച്ചില്ല.
ഓ ഓളെ ഗെയിമിനകത്ത് ഇപ്പൊ മറ്റേ ഏത് കളർ പറ്റി ഇതാണോ പറ്റി പച്ചക്കാരൻ കൊണ്ടുവരാൻ വരണ ആരാ പച്ചക്കാരൻ കൊണ്ടുവരണ പച്ചക്കാരൻ ഞാൻ ഇപ്പൊ അങ്ങോട്ട് താഴോട്ട് വരാമേ. അറബി പറ എന്റെ കൂടെ വാ കേട്ടാ. ക്യാപ്റ്റൻ എന്റെ കൂടെ വന്നാളിയാ. നീ വന്നാണ് പെട്ടെന്ന് ഞാൻ നീ എവിടെ? വാടാ കുണ്ണേ. നോക്ക് മാപ്പിൽ നോക്ക്. അറബി അറബി വേറെ കുണ്ണെ നോക്കി പോവാതെ ഇങ്ങോട്ട് വാ. കുണ്ണ എടാ ഇടിക്കല്ലേ ഇടിച്ചവന്റെ മയിലും കല്ലും അറി കൊലയാടി കളിക്കാനുള്ള മൂഡ് പോവും. സത്യം കഷ്ടപ്പെട്ട് വണ്ടി കൊണ്ടൊരു എടാ വീണ്ടും എടാ എന്ത് കൊലയാടി മാവായി. ക്യാപ്റ്റൻ പെട്ടെന്ന് ക്യാപ്റ്റനെ കണ്ടില്ല. ആ പൊലയാടി ട്രക്ക് നിന്നെ ആരടാ കുണ്ണ ഇവിടെ കൊണ്ടിട്ട? നീ നശിക്കോടാ വണ്ടി. കഷ്ടപ്പെട്ട് എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടും പോയി. നീ നശിക്കോടാ. നീ മരവിക്കോടെ കിടന്നു നോക്ക്. നീ അവിടെ കിടന്ന് തുരുമ്പ് പിടിച്ച് ചാവും മയിലേ. നീ വാടാ എൻ്റെ പിന്നാലെ. അവിടെ ഒരു ട്രക്ക് കൂതിയും പോണ്ട. അവനെ നോക്കി പിടിക്കാതെ വാ. എന്ത് മയിലാണ്. 430. ഞാൻ സിറ്റി 2 അങ്ങോട്ട് വന്നു. എന്റെ കുമ്മക്കളയുണ്ട്. പോലും കാണിക്കുന്നില്ല. എന്നെ കൊണ്ടുപോയെങ്കിലും ചെയ്യടാ നിനക്ക്. ഞാൻ വന്നോളില്ല. അറബി നീ അവിടെ അവനെ കൊണ്ടുവരാ. എന്താളിയാ അറബി നീ അവനെ വിളിച്ച് വേഗം വാളാ. ലൊട്ടത്തരം കാണിക്കല്ലേ. അവനെ കൊണ്ടുപോവാ നീ. ഇതാണ് ഞാൻ അന്ന് എന്തോന്നളിയ ലൊട്ടത്തരം കാണിക്കല്ലേ. അങ്ങ് കിടക്കുന്നത് വാ അറബിയുടെ കാർ ഇടിച്ചല്ലേടാ. ഇടിച്ചല്ലേ അവിടെ ഒരു ട്രക്ക് ഇടിച്ചാളിയാ. അല്ല ട്രക്കിലൊന്നും അല്ല, വേറെ എന്തായാലും ഒട്ടേച്ചൊന്ന് ഇടിച്ച് ചെയ്യണമേ. ഇടിച്ചിട്ട് ഞാൻ വാ തുറന്നു. ആരും കാണൂലെന്നാണ് ആരും കാണൂലെന്ന് വിചാരിച്ചല്ലേ അറബി. ഇതെല്ലാം ഇവിടെ കാണാൻ പറ്റും. ഇടിച്ച നീ റെഡ് ഫോക്സ് എവിടെ നിൽക്കണം എന്നൊക്കെ കണ്ട്. എവിടെ നിൽക്കണം എന്നൊക്കെ നീ കണ്ട അറബി. ഫോക്സ് ഇവിടെ ഒരു കുണ്ണക്കടയിൽ നിന്ന് മറ്റേ ഇത് വാങ്ങണം, വിഹിതം വാങ്ങണം. ക്യാപ്റ്റൻ മിണ്ടല്ല. ഈ 1000 മാടച്ചു വെച്ച് എന്ത് ചെയ്യാണ്? ഇതാണ് ഞാൻ അവനെ പറഞ്ഞു കേക്കല്ലേ. വണ്ടി റണ്ണിങ് ഓഫ് ആയി പോണം. കംപ്ലൈന്റ് ഉണ്ട്. എന്തൊരു പ്രശ്നം? ഞാൻ പറഞ്ഞോ അളിയാ? വേണ്ടതാ പറഞ്ഞു. ഓക്കെ പറഞ്ഞേ പറഞ്ഞാ ഞാൻ വന്നോളാം. അറബി മാപ്പ് നോക്കി എന്നാ ഇത് സ്പോട്ട് ചെയ്യണോ നോക്കട്ടെ. എപ്പ എത്തൂ നോക്കട്ടെ. റണ്ണിങ് ഓഫ് ആകണി. ലോട്ട ഇതെന്ത് വളഞ്ഞും തിരിഞ്ഞും പറിച്ചും പുണ്ടച്ച്. ഇതെന്ത് ലാഗ്. ഇതിന്റെ ലാഗിന്റെ പാഴ് വേറെ പട്ടി വണ്ടി പോടാകുന്നേ വേഗത്തി. ക്യാപ്റ്റൻ നീ എന്നെ കണ്ട ആളെയാ ഞാൻ എവിടെ അയക്കണമെന്ന്? ഓ ഇടിക്കല്. ആ ഇടിച്ച മതിൽ നിന്നെ ടർബോ കയറ്റിയപ്പോ വണ്ടി ഇരിക്കുന്നില്ല.
വണ്ടി നിൽക്കല്ലേ, ഓ. എനിക്ക് ബ്രേക്ക് പിടിച്ചാൽ മതി, വണ്ടി നിൽക്കും. അറബി എൻ്റെ ഒപ്പം പിടിക്കാൻ വേണ്ടിയിട്ട് പറയണം എക്സോസ്റ്റേറ്റ് കളിയാ, അപ്പോൾ പൊട്ടിക്കാൻ കളിയാ. മറ്റേ ലോട്ട കാറിനോട് മറ്റേ അത് വരണില്ല. ഭൂമിക്കട ചുമ്മാ അല്ല വണ്ടി. ഇത് ഏത് പറയിലോട്ട് പോകാനുള്ള വഴി പിന്നെ ഇവിടുത്തെ മാർട്ട് ഉമ്മ അല്ല. ഞാൻ ക്യാപ്റ്റൻ അങ്ങോട്ട് നോക്കി വിളിക്കണം. ഇതെന്ത് വഴി? ഞാൻ അവിടെ വണ്ടി നിർത്തിയിട്ട് നിങ്ങള് പോവാ വന്നിട്ട്. ഓ ഞാൻ എവിടെ നിൽക്കണം നോക്കളിയാ, ഞാൻ ഇവിടെ സമാധാനമായിട്ടിരിക്കുമോ, നീ വന്നോ. ഞാൻ ക്യാപ്റ്റൻ അങ്ങോട്ട് പോകണേ. ഓ നീ പോയി, നീ എങ്ങാട്ടാ എങ്ങാട്ട് പോവാന്ന്, നീ വാ, ഞാൻ അവിടെ നിൽക്കണം, നീ കണ്ട. എയർ സസ്പെൻസ് മാച്ചിലെ പണി വാളും. എന്ത് പണിവാള, എന്ത് പ്രശ്നം? അടി ഒരയോടാ വണ്ടി കൊണ്ടങ്ങ് പോകത്തില്ല. എടുത്തോ നീ എടുത്തതാ വന്നു. അങ്ങനെ അത് മറ്റേ അത് അങ്ങനെ പ്രശ്നമായ എന്ത് ചെയ്യോളിയാ? സസ്പെൻഷൻ അത് വെച്ച് സെറ്റായില്ലേ എയർ സസ്പെൻഷൻ? അത് പൊക്കാൻ പറ്റും, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓ വണ്ടിയിലെ ഒരയോ അല്ലേ? ഓ അത് എങ്ങനെയാണ് നമുക്ക് സെറ്റാക്കാൻ പറ്റണം? എങ്ങനെയാണ് സെറ്റാക്കാൻ പറ്റണം? നീ എനിക്കൊന്ന് പറഞ്ഞു തന്നാണ്. എടാ അത് ഇതിന്റെ അകത്തുണ്ട്, ഇതിന്റെ മറ്റേ മോഡിഫിക്കേഷൻ ചെയ്യണം. എന്റെ അവിടെ ഉണ്ട്. സസ്പെൻഷനിൽ പോയാൽ മതി. എയർ സസ്പെൻഷനിലോട്ട് സസ്പെൻഷൻ കൺട്രോൾ, അതിൽ കസ്റ്റം, ഷോർട്സ്, കംഫർട്ട്, ഇതിലേതാണ്? എടാ അതിൽ എന്നിട്ട് മറ്റേതല്ല അതുണ്ട്, മറ്റേ ഒരു ടിക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ട് എയർ സസ്പെൻഷൻ എന്ന് പറഞ്ഞിട്ട്. എയർ സസ്പെൻഷൻ പൈസ 1000 കോയിൻ കൊടുക്കണം. ഞാൻ ഇപ്പൊ ഈ മറ്റേ കോയിന്റെ ചിഹ്നത്തിൽ തൊട്ടപ്പോഴാണെങ്കിൽ അതാണ് കോയിൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനും എടുക്കാത്ത. എടാ കോയിൻ ഇല്ലാതെ ഓപ്ഷൻ കാണിക്കണം. മറ്റേ ഫോണിന്റെ ചിഹ്നത്തിൽ ഞെക്കിയപ്പോഴാണെങ്കിൽ ഇപ്പൊ ഗെയിം വെച്ച് ഫോണിന്റെ ചിഹ്നത്തിൽ ഞെക്കിയപ്പോഴാണെങ്കിൽ സസ്പെൻഷൻ കാണിച്ചത്. അതിൽ ഏറ്റവും താഴെ അതിൽ 3 എണ്ണം, സ്പോർട്ട്, കസ്റ്റം, കംഫർട്ട്. ഇതിലേതാണ് നല്ലത്? കംഫർട്ടാണ് നല്ലത്. കംഫർട്ട്. സ്പോർട്സ് അപ്പൊ റേസിങ്ങിനാണല്ലേ? സ്പോർട്സ് ഒക്കെ റേസിങ്ങിന് ചെയ്യാൻ. അതാണ് കളി, അതാണ്. നീ വരാൻ നോക്കട്ടെ, ഞാൻ ഇവിടെ എന്റെ വീട്ടിന്റെ അവിടെ ഇപ്പൊ ഉണ്ട്, നീ വരാൻ നോക്ക്. എന്ത് അറബി, എന്റെ വണ്ടി ഒരു ചെറിയ തട്ട് പോലും തട്ടല്ല. എങ്കിൽ എന്റെ വീട്ടിൽ പട്ടിയുണ്ട്, ഞാൻ പട്ടീനെ വിട്ട് കുണ്ണ കടിച്ചെടുപ്പിക്കും. ഓക്കെ, ഒരു പട്ടി ഒരു പൂച്ചയുണ്ട്. ഓക്കെ ഉണ്ട്. ഓക്കെ വാ, ഞാൻ എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. ഒരു ടി വി പോയിട്ട് മറ്റേ പരിപാടി കാണാം. ഇവിടെ പൂളുണ്ടല്ലോ. കോർട്ടുണ്ട്, ടെന്നീസ് കോർട്ടാ. അതാ പട്ടി പുണ്ടച്ച് മറങ്ങണം തോന്നുന്നു. ഇവിടെ ഇരുന്ന് വിശ്രമിക്കാം. ക്യാപ്റ്റനെ അറബീനെ എവിടെയാണെന്ന് നോക്കാം ചാറ്റേ. ക്യാപ്റ്റൻ അറബീനെ എവിടെയാണ്? ക്യാപ്റ്റൻ വരണമൊക്കെ ഞാൻ നിന്നെ നോക്കണം. കറുത്ത കാർ. നോക്കണേ, ഇപ്പം നോക്കണേ ചേട്ടേ. കൊറേ നേരം വൺ വേ ആണ്, അത് കൊറേ പോണു. ഇത് ഹൈവേ ആണ്ടാ ഉണ്ണേ, ഹൈവേ. ഇടിച്ച് മറിഞ്ഞു. അറബീരെ വണ്ടി കാട്ടി കയറി. എന്തെല്ലാം ഇടിച്ചു ചെന്ന്. എന്റെ വണ്ടിയിൽ ബമ്പർ ഫുള്ള് പൊട്ടി. എന്റെ വീട്ടിൽ റിപ്പയർ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. നീ വന്നോ അളിയ. എന്റെ വീട്ടിൽ തന്നെ റിപ്പയർ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, നീ വന്നാൽ മതി. അല്ലെ നീ ഇവിടെ ഓപ്ഷൻ ഉണ്ടല്ലോ, സിറ്റി കയറുമ്പോൾ തന്നെ ഓപ്ഷൻ ഉണ്ട്. നോക്കി കണ്ട് വന്നാൽ മതി. അളിയ ഞാനിപ്പോ നിൽക്കുകയാണെങ്കിൽ വീടിന്റെ ഇതെത്രയെന്ന് അറിയാമോ പ്രൈസ്? എത്ര? നീ ഒന്ന് ഗസ് ചെയ്താണ്. ക്യാപ്റ്റൻ നീയും കൂടെ ഗസ് ചെയ്യാം. ഒന്ന് ഗസ് ചെയ്താണ്.
എടാ ഞാൻ 5 ലക്ഷം. 5 ലക്ഷം. ഓക്കെ ക്യാപ്റ്റാ ഗസ് ചെയ്താണ് 5 crore 5 crore. 5 ക്രോയാ. 2000 കോയിനാണ് ഈ വീടിന്റെ വർത്ത്. ഏറ്റവും വില കൂടിയ വീടാണ്. 2000 കോയിൻ ഏറ്റവും വില കൂടിയ ഇതാ വീടാണ് ഈ ഗെയിമിലെ. മാപ്പിൽ കറക്റ്റ് ഇനി ഇങ്ങോട്ട് പോകണം. മാനുവൽ ആയോണ്ടാണ് പെട്ടെന്ന് അങ്ങ് എത്തിയ ഓട്ടോമാറ്റിക് ആയോണ്ട്. മാനുവൽ ഇട്ട് അന്ന് ഓടിച്ച് നീ കാണണം. ലൈവില് തുടക്കത്തിൽ അവന് മാനുവലൊക്കെ ഭയങ്കര പാടായിരുന്നു. ക്യാപ്റ്റൻ നീ ഓട്ടോമാറ്റിക് ആയോണ്ട് പെട്ടെന്ന് എത്തി. എടാ ക്യാപ്റ്റൻ കൂടെ വന്നിട്ട് ഇവിടെ എന്ത് നോക്കണോളൂ. ക്യാപ്റ്റൻ കൂടെ വന്നിട്ട് നിന്നെ വീട്ടിൽ കയറ്റും. നീ വാ ആദ്യം. നീ ഒരുമിച്ച് വരാന്നാണ് റബി പറഞ്ഞത്. എന്നിട്ട് നീ മുന്നേ കയറി വന്നോണ്ടിരിക്കുകയാണ്. അവനെ മേലിലേക്ക് ഞാൻ ഇവിടെ വരട്ട് ഞാൻ പറഞ്ഞു വെക്കുന്നത്. ഞാൻ പറഞ്ഞിട്ട് പോവാൻ നോക്കാം. സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ട് കുളിക്കട്ട്, നീന്തട്ട്. പൂളൊക്കെ ഉണ്ട്. പിന്നെ അത് 2000 കോടി ഊമ്പാനാ കൊടുത്ത പൂളൊക്കെ ഉണ്ട് ഇവിടെ. നീ വന്നോ. ടെന്നീസ് കോർട്ട് ഉണ്ട് ഇവിടെ. ടെന്നീസ് കോർട്ടും പൂളും ഉണ്ട്. ഇവിടെ കയറി കുണ്ണത്തരം കാണിച്ച പൂച്ച വന്ന് അണ്ടി വെട്ടി കടിച്ചെടുത്തോണ്ട് പോകും. മനസ്സിലായില്ലേ? പൂച്ചയുണ്ട്, ഒരു പട്ടിയുണ്ട്, പട്ടിയുടെ മോനും ഉണ്ട്. ഇവിടെ വീട്ടിൽ കയറി കുണ്ണത്തരം കാണിക്കത്തില്ല. കുണ്ണ കടിച്ചെടുത്തോണ്ട് പോകും. എടാ എൻ്റെ പട്ടിയുടെ പേരെന്താണെന്ന് അറിയാമോ? എൻ്റെ വീട്ടിൽ ഒരു പട്ടിയുണ്ട്. പട്ടിയുടെ പേരെന്താ അറിയാമോ? ഈ വീട്ടില്ല കൂതിമോൻ. വിളിച്ചാ ഓടി വരും. കൂതിന്ന് വിളിക്കാൻ പിന്നെ ഓടി വരും. കൂതി കൂതി അവൻ കേട്ട്. ഞാൻ കൂതിന്ന് വിളിക്കാൻ ഓടി വരും. കൂന്നൊക്കെ തന്നെ ഓടി വരും. കുറച്ചോണ്ട് ബൗബൂന്ന് കുറച്ചോണ്ട് വരും മൈരെ. ഇവിടെ കിടന്ന് അധികം ടി വി കണ്ടോണ്ടിരിക്കുമ്പോൾ വല്ല പ്രശ്നം ഉണ്ടാക്കിയ കുണ്ണയെ ഒരു കത്തി എടുത്ത് എറിഞ്ഞു കൊടുക്കും. മൈര അപ്പം കരഞ്ഞുകൊണ്ട് ഓടും. ഞാൻ അവിടെ നീന്തിക്കൊണ്ട് കാണിച്ചാൽ ഞാൻ ഇവിടെ നീന്തിക്കൊണ്ടിരിക്കുവാണേ. ഞാൻ അവിടെ സ്വിമ്മിംഗ് പൂളിൽ നീന്തിക്കൊണ്ടിരിക്കുവാണ്. ഉമ്മാരൊന്നും വന്നില്ല. സ്വിമ്മിംഗ് പൂളിൽ ഞാൻ നീന്തി കളിച്ചോണ്ടിരിക്കണം. സ്വിമ്മിംഗ് പൂളിൽ അറബിയാളിയാ. ഒരു സ്ഥലത്ത് കാർ കൊണ്ട് നിർത്തിയല്ല ഞാൻ വരും. അറബി അങ്ങോട്ട് ഇങ്ങനെ കാറിട്ട് കറക്കണ്. എടാ അവന് വണ്ടി ഇടിക്കണേ അളിയാ. അത് വണ്ടി ഇടിക്കണേണ്. തൊലഞ്ഞ വണ്ടി ഉള്ളു. നീ വാ റിപ്പയർ ചെയ്തോണ്ട് വാ. എങ്ങനെയാണെന്നറിയാൻ വയ്യ. നീ റിപ്പയർ ചെയ്തോണ്ട് വാ. എനിക്ക് സസ്പെൻഷൻ ഇല്ലാതെ വണ്ടി തട്ടിയൊക്കെ നിക്കണ്ടേ റോട്ടില്. അത് മറ്റേ കംഫർട്ട് മറ്റേ കമന്ന. എടാ ഇവന്മാർ ഒരിടത്ത് നിൽക്കണം. വലിയ വ്യത്യാസമൊന്നും ഇല്ല. എന്നിട്ട് ഇവന്മാർ എന്തേലും എടാ കുറച്ചേ ഉള്ളു. പെട്ടെന്ന് വാടാ. എന്തിലൊട്ട കാണിക്കണ. അറബി വണ്ടി കറങ്ങിയാടാ നിന്റെ. ക്യാപ്റ്റൻ അങ്ങോട്ടല്ല. അറബി നിൽക്കുന്നിടത്തോട്ട് ചെല്ലറ. നീ എങ്ങാട്ട് പോണ്? അങ്ങോട്ടല്ല, നേരെ പോയാൽ മതി. അറബി നേരെ അങ്ങ് പോയാൽ മതി. നീ വളയ്ക്കണ്ട അങ്ങാട്ട്. നീ നിന്നിടത്ത് നേരെ പോയാൽ മതി. ബാക്ക് എടുത്ത്. എടാ നീ അങ്ങാട്ടല്ല. നീ എന്ത് ബാക്ക് എടുക്കടാ. ബാക്ക് റിവേഴ്സ് എടുത്തിട്ട് നേരെ പോ. ഓക്കെ അത് തന്നെ. അറബി എടാ അറബിയുടെ പിന്നാലെ പോയി ക്യാപ്റ്റൻ. നീ പോണ വഴി തെറ്റാണ്. അറബിയുടെ പിന്നാലെ പോ. നീ ചുറ്റും നീ നേരെ പോയിട്ട് നിനക്ക് അതിൻ്റെ നേരെ പോകുമ്പോൾ മനസ്സിലാവും. പിന്നെ അവിടെ നേരെ പോയിട്ട് നീ അങ്ങ് അറ്റം എത്തുമ്പോൾ നീ എൻ്റെ വീട് നോക്കിയാൽ മതി മാപ്പിൽ. അപ്പം കാണാം. വീട് ഞാൻ കാണാം, എന്നെയും കാണാം. എൻ്റെ വീട് ചേട്ടാ ഇതാണ് വീട്. കണ്ട 2000 ക്രോ ചേട്ടാ. 2000 മണി. അപ്പം കസേരയൊക്കെ ഉണ്ട്. വീടും ചുറ്റി കണ്ടു. ഇവിടെ നൈറ്റാക്കി ക്യാപ്റ്റൻ വന്നോളൂടെ. നീ ചെല്ലളിയാ. ഞാൻ വന്നോളൂ. ഓ ഇത് നൈസ് കേട്ടോ. നൈറ്റ് ഇട്ടപ്പോൾ പൂളിപ്പോട്ട് ഒരു കുണ്ണേ വല്ല വന്നവൻ്റെ കുണ്ണ കടിച്ചെടുത്തോളും പൂച്ച. ഓ നൈറ്റ് ഇട്ടപ്പോൾ നൈസ്. ഇവിടെ തിളങ്ങണ മയില്. ഓ പട്ടിപ്പൊണ്ണച്ചവൻ്റെ വീട് അവിടെയാണ്. ഓ ഈവൻ ഇങ്ങോട്ട് പോട്ട്. നേരെ എൻ്റെ നീ എത്തിക്കോളൂ. നീ ആദ്യം പോ. എത്തേണ്ടടുത്ത് നീ എത്തിക്കോളൂ.
പറ്റ പെട്ടെന്ന് മാറ. എന്തിലോട്ട ഓക്കെ പുല്ല് മൈര പന്നീര മോനെ പൂഞ്ഞാറ്റി അങ്ങോട്ട് ഓക്കെ എന്റെ എത്തി നിന്റിലി എവിടെ അറബി എല്ലളിയ എല്ലെന്ന് വെച്ചാ എല്ലേ സീരിയസ്ലി ഞാൻ പറയുവാണ് എല്ലെന്ന് വെച്ചാ നീ നീ എന്ത് ഓ എടാ നീ എന്താടാ അളിയ കാണിക്കണ എടാ നിന്റെ കാറിന്റെ കളർ ഏതാണ് നിന്റെ കാറിന്റെ കളർ ഏതാണ് ഓ നീ ഒരു കാര്യം ചെയ്യണം നീ വേറെ വല്ല കുന്നേരെ വീട്ടിൽ ചെന്ന് ക്യാപ്റ്റൻ നീ വന്നാണ് അവന് പറയാതെ വരെ അറിയാം നീ പറഞ്ഞിട്ട് വേറെ ഏതാ നീ ക്യാപ്റ്റൻ നീ വാ നിന്നെ ഞാൻ കണ്ടു നീ എത്താറയാളി ആ വള തിരിഞ്ഞ് വന്നാൽ എൻ്റെ വീടാണ് നേരെ ഞാൻ ഫ്രണ്ട് ഇപ്പോണ്ട് നീ വാളിയ നീ മാപ്പിൽ നോക്കി വേറെ വല്ല മറ്റേ അണ്ടിയിലാ നോക്കിയിട്ട് വരാൻ നോക്കും ഞാൻ നിൻ്റെ അടുത്താണ് പറഞ്ഞ റൂട്ട് യവന് വരെ അറിയാം നിനക്ക് അറിഞ്ഞൂടെ നീ വാളിയ ക്യാപ്റ്റൻ നീ കയറി വാ എന്ത് ലൊട്ട കാണിക്കണം അറിവ് ലൊട്ടത്തരം കാണിക്കണം ആളിയ ഏറി ഒന്നാണ് ഈ ഷാഡോൻ്റെ പരിപാടി എന്താണ് ചുമ്മാല വക്കടിക്കണം ലൊട്ട ഷാഡോ ആടാ ചെക്ക അടാ കണ്ട വന്ന് എടാ കയറി വാടാളെ കയറി വാ അത്ര വേണ്ട വരണ അവനെ അറിയാം വരെ വാ വാ വാടാ നീ അവിടെ കിടന്ന് തമാശ കാണിക്കണം കയറി വാ ഇതെന്തോന്ന് വാ കാർ നീ തൽക്കാലം അവിടെ ഇട്ട് കയറി വരാൻ നോക്ക് നീ അകത്ത് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോവാ ഇല്ലെങ്കിൽ നീ വെളിയിട്ടിച്ചോ പ്രൈവറ്റ് ഷോൺ ഓർ ബൈ ദിസ് ഹൗസ് ഒന്ന് അതെന്ത് നീ എന്നെ കണ്ട ഗ്രാഫിക്സ് നോക്കട്ടെ വാ 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 എനിക്ക് വീട്ടിൽ കയറത്തില്ലടാ അതെന്ത് എനിക്ക് വീട്ടിൽ കയറാൻ പറ്റത്തില്ല നീ എന്തിനാ ചാടി കളിക്കണാടാ നീ എടാ അവൻ പ്രൈവറ്റ് ഷോൺ ഓർ ബൈ ദീസ് ഹൗസ് 2000 കോയിൻ എന്റെ കൂടെ വാങ്ങിയാലേ കയറാൻ പറ്റുള്ളൂ തേണ്ട ഒരുത്തും നിനക്ക് ഓക്കെ എന്തിലോട്ട് എന്നാണ് നിനക്ക് കയറാൻ പറ്റല്ലേ ഇല്ലടാ പറ്റില്ലടാ ചുമ്മാ അല്ല നിനക്ക് കയറാൻ പറ്റാത്ത ഇത്രയും ദൂരെ ഞാൻ വണ്ടി ഓടിച്ച് വണ്ടി എടാ എനിക്കറിയായിരുന്ന നീ ഒരു കാര്യം ഇവിടെ എയർപോർട്ട് ഉണ്ട് അവിടെ പോവാ അത് ആരെ കുന്നേരം വകയല്ല അത് ആർക്കും കയറാം വാളിയാ വാ എയർപോർട്ടിൽ പോവാം എയർപോർട്ടിൽ എല്ലാവർക്കും പോവാളിയാ എയർപോർട്ടിൽ എല്ലാവർക്കും പോവാം മനസ്സിലായില്ലേ എയർപോർട്ടിൽ പോയിട്ട് നമുക്ക് 2 ഡ്രിഫ്റ്റ് അടിക്കാം അവിടെ നല്ല സ്ഥലമുണ്ട് ക്യാപ്റ്റൻ അറബി പിണങ്ങി കേട്ടാ മറ്റേ നേരത്തെ വരാൻ പറ്റാതെ ഏതാ കുണ്ണയിലോട്ട് വെച്ച് കയറ്റിയുണ്ട് അറബി പിണക്കം പാർട്ട് 3 എന്ന് പറഞ്ഞ് കണ്ടല്ലേ ചേട്ടൻ കണ്ടല്ലോ ഓടിങ്ങി അറബി പിണക്കൻ അറബീനിടാം അറബി അതാണ് ഞാൻ നോക്കണേ ഏതാ മുടുക്ക് വഴി കൂടെയായിരുന്നു ഞാൻ വന്നത് ഞാൻ എനിക്ക് വഴി നിർത്തിക്കാണോ എടാ നിനക്ക് ഇതിനൊക്കെ അവൻ വേറെന്തിനാ വട്ട് കാണിക്കണേ അവന് കറക്റ്റ് വഴിയാണ് പറഞ്ഞു കൊടുത്തത് അവൻ എനിക്ക് വേറെ ഏതാ കുണ്ണയിലോട്ട് വെച്ച് കയറി കൊടുത്ത് നീ വാ തട്ടല് ഭാഗ്യം ഇടിച്ചില്ലടാ അളിയാ നീ വാ നമുക്ക് ഒരുമിച്ച് പോവാളി അതാണ് നല്ലത് നീ പറയണ അളിയ നല്ലത് ഇല്ലെങ്കിലാണ് പ്രശ്നം ഉണ്ടാവണം നീ വാ ഒരുമിച്ച് പോവാ ഞാൻ നീ വന്നിട്ടേ പോകണോളൂ നീ വരട്ടെ നിൻ്റെ അടുത്ത് വരട്ടെ ഒരുമിച്ച് പോവാം അതാണ് നല്ലത് അളിയ ഒരുമിച്ച് പോകണേണ് നല്ലത് നീ എവിടെ നിൻ്റെ അടുത്ത് വണ്ടി കുറച്ച് ശരിയാക്കണോ റിപ്പയർ ചെയ്യാൻ എവിടെ നീ എവിടെ ഞാൻ അങ്ങോട്ട് വരട്ടെ നീ പയ്യെ പോ ഓക്കെ പതിയെ പോ ബ്രേക്ക് പിടിച്ചാൽ നിൽക്കൂലല്ലോ വണ്ടി 20-30 ഇപ്പോൾ അതാണോ അല്ല
സ്പീഡ് കുറയ്ക്കട്ടെ, സ്പീഡ് കുറയ്ക്കട്ടെ. നീ വാളിയ പതിയെ പോണേ ഉള്ളൂ. ഞാൻ അവിടെ ഇഴഞ്ഞിഴഞ്ഞാണ് നീക്കിക്കൊണ്ടിരിക്കണേ, ഇഴഞ്ഞിഴഞ്ഞ് 30 ഇപ്പോൾ. ആ വരണം. വളഞ്ഞു വാ. അയ്യോ വളയില്ല. അവിടെ തന്നെ നിൽക്കി. ഞാൻ തെറ്റിപ്പോയി. ബേക്കിലോട്ടാണ്. ഇങ്ങോട്ട് കയറണം. ഇങ്ങോട്ട്. ഇതിൻ്റെ അകത്തോട്ട്. ഇതാണ് സ്ഥലം. ഇതിൻ്റെ അകത്ത് റിപ്പയർ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. കണ്ടേ, ഇവിടെ റിപ്പയർ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. കാർ റിപ്പയറിംഗ് ഉണ്ട് ഇവിടെ. അയ്യോ ഇതിന്റെ അകത്ത് എനിക്ക് നീ എങ്ങനെ കയറ്റുമല്ലോ. അതിൻ്റെ അകത്ത് തന്നെ കയറാം. ആരും പൈസ ഇതൊന്നും ബൈ ചെയ്യണ്ട. നീ ഒന്ന് കയറ്റാൻ. സസ്പെൻഷൻ തട്ടോടെ സ്പീഡ് കൂട്ടി ഇടിക്കട്ടെ. അയ്യോ അതൊക്കെ ഇനി എൻ്റെ സസ്പെൻഷൻ അങ്ങനെയാണ്. എന്തൊരു സീനായി കാണുമെന്തോ. എൻ്റെ ചില വണ്ടികൾ അതായിരിക്കും അപ്പോൾ പ്രശ്നം വന്നത്. അത് ഞാൻ മാറ്റണം. ചുമ്മാ അല്ല, എയർ സസ്പെൻഷൻ വാങ്ങിച്ചിടണം. പക്ഷേ 1000 ഇതാക്കണം. സത്യം നല്ല ആവശ്യമുള്ളൊരു സാധനമാണ്. നല്ല ആവശ്യമുള്ള സാധനമാണ്. നീ വന്നാ ഇവിടെ ഫോട്ടോ എടുക്കാൻ കൊള്ളാം. ഫ്ലൈറ്റിന്റെ ഫ്രണ്ടിലാകൊണ്ടിട്ട് ഇതിലിടമാണ്. ഇവിടെ ഡ്രിഫ്റ്റ് അടിച്ച് ഫോട്ടോ എടുക്കാൻ എന്ത് ബെസ്റ്റ് ആണെന്നോ. ഞാനും അറബി കൂടെ ഇവിടെ വന്നതാണ്. പണ്ട് നമ്മൾ വന്നിട്ടുണ്ട്. പ്ലെയിനൊക്കെ കണ്ട ഈ സംഭവം സെറ്റാകട്ടെ. എവിടെയാണ് പണിയണ വേണ്ട. നീ അവിടെ ഒരു ഓപ്ഷൻ കണ്ട, മറ്റേ ഞാൻ കാണിച്ചു തരാം നിനക്ക്. ഇവിടെ എവിടെയാ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ കണ്ട ബ്ലൂ അല്ലടാ, ഒരു പച്ച. അവിടെ പച്ച മാത്രം കണ്ട. പച്ചയിൽ കൊണ്ട് കയറ്റ്. പച്ചയെ കൊണ്ട് നീ വണ്ടി കയറ്റുമ്പോൾ റിപ്പയർ ആയിക്കോളൂ. അതറിയാം, പക്ഷെ പച്ച കണ്ടില്ലല്ലോ ഞാൻ. പച്ച അവിടെ ഉണ്ടോ? നിന്റെ നേരെ ഉണ്ട് സർവീസ്. കണ്ടോ? അതിന്റെ നേരെ ഉണ്ട്. ഞാൻ ഇപ്പൊ ചെയ്തേ ഉള്ളൂ, വീണ്ടും ചെയ്തു. ഇപ്പോഴാണ് കണ്ട. ഓക്കെ. അങ്ങോട്ട് പോയാൽ മതി. തട്ടാണ് എന്ത്. എടാ വീണ്ടും തട്ടി. ഇത് ലാഗ് കാരണം സീരിയസ്ലി എന്ത് ലൊട്ട പരിപാടി ഇത്. തട്ടിയത് എന്തൊരു കുറയ്ക്കും ഞാൻ അതിൻ്റെ അകത്ത്. FPS കുറച്ച് വിറ്റ് കൂടെ സെറ്റായി. റിപ്പയർ ആക്കി എൻ്റെ മാറാ. ഞാൻ ചെയ്യട്ടെ. ഇത് റിപ്പയർ. ഇവിടെ സ്ഥലം കുറവ്. എന്ത് ഇടവെന്നാണ്. അല്ലെങ്കിൽ ഇവിടെ റിപ്പയർ ആക്കിയിട്ട് ഇറങ്ങാൻ പാടും. ഞാൻ അതിൻ്റെ അകത്ത് കയറി കൊടുത്തു. 3 എന്ത് ലൊട്ടേന്നാണ് അവരൊക്കെ. എടാ പന്നി, നീ ചുമ്മാ അല്ല. നീ അവിടെ ലൈറ്റ് കൊണച്ച് വച്ചേക്കണല്ലേ. ചുമ്മാ അല്ല എനിക്ക് ഇവിടെ ലാഗ് അടിക്കണ. ആ ലൈറ്റ് നീ ഓഫ് ചെയ്താണ്. ചുമ്മാ അല്ല എനിക്ക് ലാഗ് അടിക്കണം. നീ ലൈറ്റ് ഓഫ് ചെയ്താണ്. അവൻ്റെ വണ്ടി ലൈറ്റ് ഓഫ്. നിന്റെ വണ്ടി ലൈറ്റ് ഓഫ്. നീ ചുമ്മാലേ 1000 അവിടെ ലൈറ്റ് ഓണാക്കി വെച്ചിട്ട് എനിക്കിവിടെ ലാഗ് അടിക്കണം. എന്ത് അതടിക്കും നിനക്ക്. നീ ലൈറ്റ് ഒക്കെ ആണാക്കി എനിക്ക് ഇതടിക്കും. അതെന്താണെന്തോ. ശരി ഇതാ ഇത് കണ്ട. ഇതില്ലേ നീ കാണിച്ചു തരാമേ. തുറക്കണ്ട. ബേക്ക് ഇറക്കണ്ട. ഓ ഇത് തുറക്കാൻ പറ്റും. ഇവിടെ എൻജിൻ സംഭവം നോക്കി ചെയ്യാൻ പറ്റും. വല്ലവനെ തട്ടിക്കൊണ്ട് എൻ്റെ അടുത്ത് ഇട്ടാ കിഡ്നാപ്പ് ചെയ്യാൻ വേണം. എൻ്റെ അത് കണ്ട സ്ഥലമുണ്ട്. ഏവനോടെങ്കിലും കിഡ്നാപ്പ് ചെയ്ത് കയറാ ഉണ്ണെന്നും പറഞ്ഞ് ഒരു ചോക്ലേറ്റ് ഉണ്ണ കാണിച്ചാൽ മതി. അപ്പോൾ അവൻ കയറിക്കോളും. അപ്പോൾ അവനങ്ങ് സെറ്റാക്കാം. കയറും. അപ്പോൾ അവൻ്റെ കുണ്ണ ഇടിച്ചങ്ങ് മയക്കിയാൽ മതി. അവൻ വാ. പിന്നെ ഞാൻ അലോട്ടെ. ഞാൻ നിൽക്കി സെറ്റാകട്ടെ. ഒരു സെക്കൻഡ്. അറബി പിണങ്ങിയാടാ. അറബി പിണങ്ങിയിട്ട് ഉണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞില്ല, ഈ സ്ഥലം പെർഫെക്റ്റ് സ്ഥലമാണ്. ഇത് ഇവിടെ ചേട്ടാ ഒരു സെക്കൻഡ്. ബേക്കാവുന്നോ ഇല്ല ലാവൂല.
അതില്ല ലൈന് നിന്നപ്പോ ബോറായി പോയി. അതിന്റെ കുറച്ച് ഇങ്ങോട്ട് എടുത്തിട്ട് പോയില്ല. ആ വന്ന് 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 പിണക്ക മാറി വന്ന് 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 വേണ്ട പിണക്കക്കാരൻ വന്ന്. ഓ വന്ന് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങൂല അറബി, ഞാൻ ഇറങ്ങൂല. ഇന്റീരിയർ കാണാൻ പറ്റുന്നു അളിയ. വേണ്ട എന്റെ കണ്ണീന്നൊക്കെ മറ്റേ കണ്ണീരൊക്കെ വന്നിരിക്കണ അളിയ. പിണക്കം കാണിച്ചേണ്ട കണ്ട കണ്ണീന്ന് കണ്ണീര് വന്നിരിക്കും. വേണ്ട എന്ത് എന്നെ കണ്ട പറ്റി ഇല്ല. അവൻ പിണങ്ങിയിട്ട് ഇപ്പം കണ്ട കണ്ണീന്ന് ഞാൻ ഈ വണ്ടി കയറുന്നതിനെ കാണാം. കണ്ണീന്ന് കണ്ണീര് ഒലിച്ചിറങ്ങി അവൻ തൊപ്പി വെച്ച് ഇങ്ങനെ തടഞ്ഞു വെച്ചു. ഞാൻ പറഞ്ഞില്ലേ ഡബിൾ സ്പോട്ടാണ്. എയർപോർട്ടിൽ കിട്ടില്ല ഇടമാണ്. ഞാൻ ഇവനെ കൊണ്ട് വന്നേണ്. ഇവൻ നിന്റെ അടുത്ത് പറഞ്ഞില്ല അളിയ. ഞാൻ വെച്ച് പറഞ്ഞാണോ ഫ്ലൈറ്റിന്റെ ചിറകിന്റെ അവിടെ കൊണ്ടിട്ടു അത് കിട്ടില്ല ഫോട്ടോ. നമുക്കൊരു കാര്യം ചെയ്യാം. അറബിനെ പിടിച്ച് നമുക്ക് കിഡ്നാപ്പ് ചെയ്താൽ എൻ്റെ വണ്ടിയിലെ വേക്ക് കെട്ടി തൂക്കിയിട്ട് ഞങ്ങൾ എടുത്തുകൊണ്ട് പോയാലേ എൻ്റെ കൊക്കയെ തള്ളാം. അറബിൻ്റെ കൊക്കയെ തള്ളാം ചാറ്റ്. ഇവിടെ വെച്ചാൽ ഏതാ വെള്ളമോ എൻ്റെ പട്ടിക്ക് ഇട്ട് കൊടുക്കാം. പട്ടി ഉണ്ണടിച്ചിട്ട് അത് തന്നെ അവയവ കടത്തിയ. അവിടെ ഇവിടെ നമുക്ക് മൗണ്ടൈനിലോട്ട് വേണം അവയവ കടത്തിയല്ല. അവിടെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാടെ ഉണ്ട് മൗണ്ടൈൻ ടോപ്പിൽ. അതാണ് വില്യണറാവ്. മാൽബ്രോനെ അറിയാമോ? അവന്റെ ബിസിനസ് ഐഡിയാണ് മാൽബ്രോയ. അവന്റെ ഞാൻ കണ്ടിട്ടുണ്ടല്ലേ. അവന്റെ യൂട്യൂബിൽ സബ് ചെയ്തിട്ടുണ്ട്. അവനെ കാണും. അവൻ PC കളിക്കണേണ്. അവൻ കിടിലൻ ഗ്രാഫിക്സ് ഉള്ള അത് ഏതാ ഗെയിമാണെന്നാണ്. കിടിലൻ ഗെയിംസ് ആണ് അതൊക്കെ. അവന്റെ കോമഡി സാധനങ്ങളുണ്ട് കുറെ. വീട്ടിൽ അവൻ പണ്ട് PUBG സ്ട്രീം ചെയ്യുമായിരുന്നു. പിന്നെ അവൻ എന്താണ് എൻഡ് ചെയ്ത PUBG സ്ട്രീം ചെയ്യുന്ന ആളായിരുന്നു. സംഭവം വെച്ചാൽ ഗെയിം കളിച്ചിട്ടുണ്ട്. മറ്റേ ഗെയിമിംഗ് തെറാപ്പിസ്റ്റിനെ എനിക്ക് അറിയാം. അവന് ഇതാണ് ഗെയിം കളിച്ചങ്ങിടുവാളെ എഡിറ്റ് ചെയ്ത്. അതാണ് പരിപാടി. ആ നിനക്കൊരു PC ഉണ്ടെ ഗെയിം കളിച്ച് നീ അങ്ങ് ഇട്ട അതേപോലെ തന്നെ ലക്കൊണ്ടേ കയറിക്കോളൂ. ലക്കല്ലേ കുറച്ച് ഹാർഡ് വർക്കൊണ്ടേ കയറിക്കോളൂ. ഹാർഡ് വർക്ക് അവിടെ നിനക്ക് PC ഇല്ലാടാ. നിനക്ക് PC ഉണ്ടല്ലേ? ഉണ്ട്. CPU ഇല്ലല്ലോ. അതിന്റെ മാസ്റ്റർ ബ്രെയിൻ ഇല്ല. CPU ശരിയാണ്. അതില്ലെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ലോ ബഡ്ജറ്റ് CPU എടുത്തിട്ട് പിന്നെ അപ്ഗ്രേഡ് ചെയ്യണം ഗ്രാഫിക് കാർഡൊക്കെ ഇട്ട്. ഇപ്പൊ ഏതാ മറ്റേ ഗെയിമൊക്കെ ഉണ്ട് ചില മറ്റേ സോംബി കുണ്ടച്ചി മോനെ മറ്റേ സ്കാൻ ചെയ്തിട്ട് അങ്ങനെ എന്തിനാക്കണ ഗെയിം ഉണ്ടല്ലേ. സോംബി സിമുലേറ്റർ അങ്ങനെ എന്തിനൊക്കെ. ചിലമാര് സോംബിയുടെ കടി കുണ്ണ ഏറ്റു വാങ്ങിയിട്ട് ഇങ്ങ് വരും. അപ്പോൾ അമ്മമാർക്ക് സോംബി ആണോ അല്ലേ അങ്ങനത്തെ നോക്കണ ഗെയിമൊക്കെ ഉണ്ട്. അവൻ കളിക്കുന്നു തോന്നുന്നു. മാൽബ്രോയ ഗെയിമിംഗ് തെറാപ്പിസ്റ്റെ കളിച്ചിട്ടുണ്ട് ആ ഗെയിം. കണ്ട എൻ്റെ ഫ്രണ്ട് വന്നിരിക്കുന്നു. അതിനെ തള്ളണ്ട. ഞാൻ എടുക്കാം. ഈ ക്യാമറ ഡ്രോൺ ക്യാമറ നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതെന്ത് സിനിമാറ്റിക് ഫോട്ടോ. വണ്ടി അറബി റിപ്പയർ ചെയ്തോണ്ട് റിപ്പയർ ചെയ്യാനുള്ള സ്ഥലം അവനെ അറിയാമല്ലോ. വണ്ടി കയറട്ടെ. ഫ്ലൈറ്റിന്റെ ഫ്രണ്ട് BM കിടക്കണം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഗ്രാഫിക്സ് കൂട്ടിയിട്ടിട്ട് ഫോട്ടോ എടുക്കണം. അതാളിയാ ഞാൻ ഒരു ഫോട്ടോ. എന്റെ പൊന്നി ഇത് എടാ മറ്റേ കളർ ഗ്രേഡ് മാറ്റാൻ പറ്റൂടാ. നീ ഇപ്പോഴാണ് ഇതൊക്കെ കാണണ. അതല്ല അതെനിക്ക് അറിയാം. പക്ഷെ അതിൽ ഒരു കളർ ഇട്ടപ്പോഴത്തേക്ക് എന്റെ പൊന്നോ. ഏത് കളറ്? ആ രണ്ടാമത്തെ വില്യംസ് എന്നിട്ട് പോയിയാണ് ഫ്ലൈറ്റിന്റെ അടുത്ത് കൊണ്ടിട്ട്. ഗ്രാഫിക്സിലാണോ എഫക്റ്റിലാണോ ഗ്രാഫിക്സിലാണോ? എടാ മറ്റേ ഇതിനകത്ത് ഫിൽറ്റർ അതിന്റെ അകത്ത് ഫിൽറ്റർ എവിടാ? വില്യംസ് എന്ന് പറയുന്ന ഫിൽറ്റർ ഉണ്ട്. എടാ ഇതിന്റെ അകത്ത് എവിടെ ഏത് എഫക്റ്റ് ഗ്രാഫിക്സ് അതിലേതാണ് പറ. എടാ നീ ഫസ്റ്റ് എന്തിനാ ഞാൻ ഒന്നേ പറയാം. ഫോണിൽ പോയിട്ട് ഡ്രോണിൽ പോവും. ഓ അതില്ല ഓക്കെ. ഡ്രോണിൽ പോയി ഡ്രോണിലല്ല നമ്മളെ ക്യാമറയിൽ തന്നെ ഫോൺ ക്യാമറയിൽ. ഓ അതാളിയാ അത് എനിക്കറിയണം. അതിലവന്മാർ കിടിലായിട്ട് കൊണ്ടുവന്ന ആളെ ഇതിന്റെ അകത്ത്. ഇതിനകത്ത് ഫിൽറ്ററില് വില്യംസ്. ഫിൽറ്ററിൽ പേര് വെച്ചിട്ടില്ലല്ലോ. കണ്ടു. ഓ
കണ്ടാ സിനിമാറ്റിക് സിനിമ ഓടാ എനിക്ക് ഒരു ഫോട്ടോ ഇപ്പൊ തന്നെ എടുക്കണം ഇപ്പൊ തന്നെ എവിടെ ഓൾഡ് ഗ്യാങ് ഒരു ലുക്ക് 90s ഓൾഡ് ഗ്യാങ് ഇപ്പൊ ഗ്രാഫിക്സ് കൂട്ടട്ടെ എനിക്ക് നല്ലൊരു പൊസിഷനിൽ കൊണ്ടിട്ട് പൊസിഷനിൽ കൊണ്ടിട്ട് നല്ല ഞാൻ ഗ്രാഫിക്സ് മാക്സ് ഉണ്ട് ഇവിടെ ഇങ്ങോട്ട് അതാണ് ക്യാമ് സത്യം ഞാൻ ഡ്രോണിലാണ് എടുക്കണം മറ്റേ എടുത്ത ചെറിയ ലാഗ് അടിക്കും ഇപ്പൊ കണ്ടപ്പോ എന്റെ പൊന്നോ തീ കൊള്ളാന്നാ നൈസ് എന്തിലോട്ടാ അൾട്ര ഇട്ട എത്തിക്കൂടെ ഇടുവാളി അൾട്ര ഫോട്ടോ എടുക്കാൻ നേരത്തെ മാത്രം ഇട്ടോ എന്നിട്ട് ഗെയിം കളിക്കാൻ നേരത്തെ മാറ്റിക്കണം ഇല്ലെങ്കിൽ സീനാവും ഹീറ്റാവും അൾട്ര റിയൽ ടൈം റെസൊല്യൂഷൻ അതൊക്കെ ഇതിന് ഫോട്ടോ എടുത്തില്ലേ അറബി അല്ല കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് തോന്നുന്നു കേട്ടാ അതെന്ത് നീ റെസൊല്യൂഷന് സാധനം എല്ലാം ക്യാപ്റ്റ എടാ എന്തിനാണ് ശബ്ദം കേൾക്കണ ക്യാപ്റ്റൻ എന്തിനാ ശബ്ദം എന്താ പുതിയ എന്തിനാണ് ശബ്ദം കേൾക്കണ് എന്തിനാണ് ശബ്ദം കൊറേ നേരം ശബ്ദം കേൾക്കണം വണ്ടി ലൈറ്റ് വീണ്ടും കിടക്കണ ഞാൻ നോക്കിയില്ലല്ലോ കൃത്യമായിട്ട് മാറ്റിക്കോട്ട് ഓക്കെ ഒന്നിൽ ആ പച്ച കാർ എടുത്ത് എന്റെ സൈഡിൽ കൊണ്ടിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടിട്ട് നീ എന്റെ ബാക്ക് ആ ഫ്രെയിം കൂടെ പോവടാ അവിടെ ഇടല്ലേ ഓക്കെ എവിടെ നീ എന്നീ സൈഡിൽ കൊണ്ടിടും അവിടെ ഇടല്ലേ എന്നാ അറിയത്തില്ല എന്റെ ഈ സൈഡിൽ വാ ഹെഡ്സെറ്റിന്റെ മറ്റേ മാറ്റളിയ പറഞ്ഞ തോറും അങ്ങനെയാണ് നമ്മൾ കിടക്കണ തിരിച്ചിടാ ഒട്ടത്തരം വീണ്ടും അളിയാ വില്യംസ് നോക്കട്ടെ വില്യംസ് ഉണ്ട് വെയിൻസ് ബുള്ളോക്ക് 4 ഉള്ള 5 എവിടെ കിടക്കണം കറക്റ്റ് കൊണ്ടിട് എന്റെ സൈഡിൽ കറക്റ്റ് കൊണ്ടിട് ഇടിച്ച് ഇല്ല അവിടെ അല്ലടാ ഇവിടെ കൊണ്ടിടുന്നു ഒരു വണ്ടി വളക്കരുത് നമ്മള് കാണുന്ന അല്ല പറഞ്ഞ വണ്ടി വളയ്ക്കാനാണ് ഞാൻ കിട്ടില്ല കുറച്ച് ഫ്രെയിംസിൽ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഓക്കെ നീ എന്റെ കുറച്ചുകൂടി ഇങ്ങോട്ട് അടുത്തോട്ട് കൊണ്ടിടാന്ത് കിട്ടൂല നേരെ അടുപ്പിച്ച് കണ്ടോ അങ്ങനെയായിട്ട് ഇതാവും ഇനി കൊണ്ടു ഓക്കെ ഒരെണ്ണം എടുത്ത് വേറൊരെണ്ണം വേറെ ആംഗിൾ എടുക്കാം ഈ ആംഗിൾ നോക്കട്ട് ഈ ആംഗിളും നൈസ് ഞാനൊരു ഫോട്ടോ എടുക്കും എനിക്ക് വേറെ ഫിൽറ്റർ നോക്കട്ടെ ഡാർക്ക് ഫിൽറ്ററും കുഴപ്പമില്ല ക്ലൗഡിന്റെ ഇഷ്ടപ്പെട്ട വില്യംസ് പോർട്രേറ്റ് നൈസറേ അത് കിടില ഫ്രെയിം ആയിട്ട് അങ്ങനെ ഇട്ടേക്കുന്ന കാറ് പോർട്രേറ്റില് വിഷയം അൾട്രേറ്റില് അതില് എടാ നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് കാറിന്റെ വെളിയിറങ്ങി നിൽക്കണം അതും കൂടെ എടുത്താല കാറിന്റെ വെളിയിറങ്ങി എന്നിട്ട് അതും എടുക്കാം ഓക്കെ
ഭയങ്കര ലാഗ്. ഓ ഞാനൊന്ന് അൾട്ര വന്നിട്ട് നോക്കട്ടെ. ഭയങ്കര ലാഗ് ലാഗ്. അൾട്രയില് ഫുള്ളല്ല ഇടയോ, ഫുള്ളല്ല ഇട. ഡെൻസിറ്റി ഒക്കെ 500-100 എടുക്കാം. റബീര മോന്താണ്ടാ ചാറ്റ്. ലുക്ക് ഒഫീഷ്യൽ ആണ് കളി, അതാണ്. ഫോട്ടോ എടുക്കാൻ വേണ്ടി സൂം ചെയ്താണ്, അപ്പോഴേ കണ്ടേ തോന്നുന്നു. അത് നമ്മളൊക്കെ ഗ്ലാസ് ടിന്റ് അടിച്ചിട്ടുണ്ട് ബ്ലാക്ക്. എന്റെ 20 കാറുണ്ട്. ഞാൻ അത് കൂട്ടിയിട്ടില്ല, കുറച്ചുകൂടെ കൂട്ടണം. കുറച്ച് ഫുള്ളാകില്ല. മറ്റേ കാറിലുണ്ട് ഫുള്ളാക്കിട്ട്. എടാ എന്നാലും അത്ര സുഖം കിട്ടാൻ അൾട്ര ഇട്ടിട്ട് ഈ വില്യംസ് ഇട്ട് ഫോട്ടോ എടുക്കാൻ. അൾട്ര ഇട്ടിട്ടേ നീ അതില് കാർ ഡീറ്റെയിൽസ് ഫുൾ ഇട്, എന്നിട്ടിട്ടൊക്കെയാണ് എല്ലാം ഫുൾ ഇട്, കാർ ഡീറ്റെയിൽസ് എല്ലാം ഇനി നോക്കിയാണ് വ്യത്യാസം ഉണ്ടാ. എന്റെ അതില് വില്യംസ് ഓക്കെയാണ്. ഇല്ല ഇല്ല ഇല്ല, ഇതില് വില്യംസ് കൊള്ളൂല. അതിനെ സിനിമാറ്റിക് നോക്കട്ടെ. സിനിമാറ്റിക്, നൈറ്റ് ബ്രൈറ്റ്നസ്, കസ്റ്റം ടൈം, അതൊന്നും വേണ്ട. ഇത് മാത്രം മതി. പോർട്രേറ്റ് എന്ന് പറയുമ്പോ സൂം ചെയ്തെടുക്കണം. നിന്റെ കാർ സ്ട്രൈറ്റ് ആയിട്ടാണല്ലോ, എന്റെ കാർ സ്ട്രൈറ്റ് ആയിട്ടാണ്. ഓക്കെ, വേറൊരു ആംഗിൾ നോക്കാം. ക്യാപ്റ്റൻ നിന്റെ കാർത്തി സ്ട്രൈറ്റ് ഇട്ട് അപ്പുറത്തി വളഞ്ഞിരിക്കാണ്, സ്ട്രൈറ്റ് ഇട്. ഓക്കെ ഓക്കെ ഓക്കെ. എവിടെ എവിടെ? ആ സത്യല്ലേ, കുറച്ച് ഫ്രണ്ടിലോട്ട് എടുത്തിട്ടിടാല്ലേ. ഓ സെറ്റാക്ക്. ഓഫായി പോണില്ല. ആ ഫ്ലെക്സ് കുറച്ച് കഴിഞ്ഞു. ഓ നൈസ് ആംഗിൾ കിട്ടി, നൈസ് പോസ് കിട്ടി. നൈസ്. എടാ നീ അവനെ ചേർത്ത് വയ്ക്കല്ലേ, എത്തി കൂടെ ഇങ്ങോട്ട് എന്റെ അടുത്തോട്ട് ഇറങ്ങി. ഞാൻ കിട്ടൂല. അങ്ങനെ എന്തുകൊണ്ടാണ് ആ ഫ്ലച്ച് എടുക്കാൻ പറ്റില്ല? ശരിയാ, ഡിസ്റ്റൻസ് കിട്ടില്ലേ? ഡിസ്റ്റൻസ് കിട്ടിയതല്ലേ ഫോട്ടോ എടുക്കാം. വണ്ടി ഹാഫ് ക്ലച്ച്, വണ്ടി ഓഫായി പോണ്ടേ. നോക്ക്. മതി പിടപ്പിച്ചാണ് മൊത്തം ഊമ്പണം. ഹാഫ് ക്ലച്ച് വണ്ടി എന്തോ ചെറിയ വണ്ടിയാണ്. അളിയ സിനിമാറ്റിക് ടോക്കാണ് എഫക്റ്റില്. ഞാൻ മറ്റേ ഫിലിമിന്റെ ഒരു കുണ്ണ നീ എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. സിനിമാറ്റിക് നല്ലതാ. ഓക്കെ, നല്ല കൂടെ ഫ്രണ്ടിലോട്ട് എടുത്തു, അത്രേ ഉള്ളു. എടാ കാറി കേറ്. നീ ഇപ്പോഴും കാറിന്റെ വെളിയിലാണെന്ന് കാണിക്കാണ്. അത് നിങ്ങൾക്ക് ഫോട്ടോയിൽ വരൂലേ? ഫോട്ടോയിൽ വരും. ചെകുത്താനെ ഫോട്ടോയിൽ തെളിയൂല. ഇല്ല, ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് ചെകുത്താൻ ഫോട്ടോയിൽ വരാറില്ല ബ്രോ. ഇതെന്താണ് ലോകം എന്താന്നാണ്, അതായിരിക്കും എങ്ങനെ അറിയാം. ലോകിയൽ ഡയലോഗ് അതാ പോടാ. അല്ല പണ്ടത്തെ സിദ്ദീഖിന്റെ ലോക കണ്ടാ നീ? ലോക കണ്ട് എന്തോ മുമ്പേ പടോടാ. അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്തോ ഫീമെയിലിയാ അത്. അതിനെക്കാട്ടി മോഹൻലാലിന്റെ കൊള്ളാന്ന് തോന്നുന്നു.
മമ്മൂട്ടി ഇത് മറ്റേ മൂത്ത മമ്മൂട്ടി ഏതാ സിനിമ വരവാനായിരിക്കണേ? ഏതാണാ പുതിയ? കളങ്കാവലി. കളങ്കാവലി ഞാൻ നിന്നെ പോലെ സിനിമ നോക്കൂല അറബി. പറ ഞാൻ നിന്നെ പോലെ കാണിച്ചടാ. അത് വീട്ടിന്റെ വെളി ഇറങ്ങൂലെന്ന് അറിയാലോ, പിന്നെ അവൻ എന്തിനാണ് വിളിക്കണത് നീ? എടാ ഞാൻ ബിസിയാണ്, നിങ്ങളെ പോലെ ചുമ്മാ അടക്കുമല്ല. ഞാൻ അവിടെ എനിക്ക് ബിസിയാണ്, ജോലിയുണ്ട്. വീണ്ടും കാണണ്ടാ ഫോട്ടോ എടുത്തിട്ട് അത് വീണ്ടും ഫോട്ടോ പറഞ്ഞു എൻ്റെ അത്. എടാ ഇപ്പൊ ഞാൻ കാറിന്റെ അകത്താണ്ടാ, എനിക്ക് അങ്ങനെയാണ് കാണിക്കുന്നത്. നീ ഒന്ന് കാറിൽ 2 റൗണ്ട് അടി, കാറിൽ നിന്ന് ഇറങ്ങി 2 റൗണ്ട് അടി, അപ്പോഴത്തേക്ക് ശരിയായിക്കോളൂ. ഓക്കെ ഓക്കെ ഓക്കെ. ഒരു ഫോട്ടോ എടുക്കട്ടെ. ഓക്കെ ഓക്കെ, ഇപ്പൊ ഇറങ്ങട്ടെ. ഇപ്പൊ ഇറങ്ങി. ശരിയാ, ഞാൻ ഒന്ന് ഇറങ്ങി, ഇനി കേറണേ. ഓക്കെ ഓക്കെ. ഒന്നുകൂടെ ഇറങ്ങി വീണ്ടും കേറി, എനിക്ക് വണ്ടി എടുത്തോണ്ട് പോവാ. നിനക്ക് ലോകം ഇഷ്ടപ്പെട്ടില്ലടാ കുണ്ണേ? ഇല്ലടാ, എനിക്കില്ല. നീ എന്തിനാ പറഞ്ഞ? നീ എന്തിനാ പറഞ്ഞ? പടം എന്തിനാ പ്രേതകഥയും പണ്ടത്തേക്ക് എന്തിനാ സാധനങ്ങള്? അസത്തിന്റെ റിവ്യൂ ഞാൻ പറഞ്ഞല്ലേ. ഇപ്പൊ ഞാൻ നിന്നെ കിക്കി, നീ ഹെഡ്സെറ്റ് മാറ്റിയില്ലെങ്കിൽ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യണം മാറ്റി. നീ എന്തൊരു നീ എന്തിനാ അത് മാറ്റി? ഇപ്പൊ നിന്നെ കിക്ക് ചെയ്യില്ലേ? ഇപ്പൊ ഞാൻ നിന്നെ കിക്കി മാറ്റി. ഈ ഹെഡ്സെറ്റ് പുണ്ണയും കുത്തിയിട്ട് എനിക്ക് കേൾക്കാനും പറ്റല്ല. അറബിടാ. ഹലോ ഹലോ. നീ പറ, ഇനി നീ സംസാരിക്കും. എടാ ഇതിന് ടെമ്പറേച്ചറാ കൂട്ടാൻ പറ്റി കേട്ടോ, അത് കലക്കി. ടെമ്പറേച്ചറാ? നൈറ്റ് ഫോട്ടോഗ്രാഫി അതൊക്കെ ഉണ്ട്. അത് നീ കണ്ടിട്ടില്ലേ? നൈറ്റ് ഫോട്ടോഗ്രാഫി ഓപ്ഷൻ ഉണ്ട്. എക്സ്പോഷനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? നോക്കളെ കാണാൻ പറ്റുമായിരിക്കും. ഞാൻ കണ്ടില്ല. ഐസ്. ഹലോ ഹലോ ഹലോ. ഓക്കെ ഇപ്പൊ നിനക്ക് ശബ്ദം ഉണ്ടല്ലോ, ഇതേപോലെ അങ്ങ് മിണ്ടിയാ മതി. ഹെഡ്സെറ്റ് നീ കുത്താൻ നിക്കണ്ട. എന്തിനാണ് തേങ്ങ? ശരി, നീ ഫോട്ടോ എടുത്താ ഇൻസ്റ്റ ഇടണ്ടേ? പോസ്റ്റ് ഞാൻ ഇടും. കുറച്ചുകൂടെ ഫോട്ടോ എടുക്കായിരുന്നു. നീ കുണ്ണത്തരം കാണിച്ചിട്ട് വച്ചിട്ട് പോയി. നീ കാറിന്റെ വെളി ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഫോട്ടോ എടുക്കാൻ. ഞാനാടാ? ഓ, നീ കാറിന്റെ വെളിയിലായിരുന്നു മൊത്തം കൊറേ നേരം. ഞാൻ നിങ്ങളെ കിടിലെ പിക്കൊക്കെ ഞാൻ എടുത്തത്, നമ്മളെ കിടിലെ ഞാൻ കുറെ എടുത്തു. നീ എനിക്ക് അയച്ചിരുന്നാ മതി, നമുക്ക് ഇത് കൊളാബ് അടിക്കാം. ഇൻസ്റ്റയിൽ കൊളാബ് അടിക്കാം. ഫോട്ടോ എടുത്താ എന്റെ ഇപ്പൊ എക്സ്പോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്തിനാ കണക്കൊക്കെ ആക്കി വെച്ച് അതിങ്ങനെ നോർമൽ ആക്കാൻ പറ്റുമോ? ഓക്കെ ഓക്കെ. എന്റെ ക്യാരക്ടർ ഇത് എന്ത് പറയാണ് റബി? എന്താളിയാ വച്ചിട്ട് പോയാ? നീ ഒന്നും കേക്കാനില്ലല്ലോ എന്റെ ശബ്ദം. നീ വണ്ടി കറക്കണായിട്ട്. എക്സോസ്റ്റ് ഒരു സംഭവം നോക്കണത് പൊട്ടാനില്ല വെച്ചിട്ട്. നീ എന്താ ശരിയാ? ഇപ്പൊ ഈ മൈര എന്റെ ക്യാരക്ടർ എടാ അടങ്ങാ നിക്കടാ കുണ്ണെ. എന്തൊക്കെയാ കേട്ടത് ശരിയാ? കാട്ടളക്കി വരണകും.
തെറ്റായി. ക്യാപ്റ്റ നല്ല ഇത് പറയാ, ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള നല്ല ഇത് പറ, സ്പോട്ട് നിൽക്ക്, എല്ലാവർക്കും വന്ന് നിൽക്കണ്ടേ. ഓക്കെ, അതിനായിട്ട് നമ്മൾ കുറച്ച് പൊക്കണം. ക്യാമറ എന്തേലും പൊക്കണം. ക്യാമറ ക്യാമറ പൊക്കാം പൊക്കാം. അറബി പറഞ്ഞ കേട്ടില്ല, പൊക്കിക്കോളിയാ. റെഡ് ബോക്സ് ചേട്ടോ വേറെ. അറബി പൊക്കാൻ പറഞ്ഞില്ലേ, ഞാൻ എടുത്ത് പൊക്കട്ട്. ധൈര്യം ഉണ്ടെങ്കിൽ ആളി പോയി നോക്കടാ. ആണ് അങ്ങനെ എല്ലായിടത്തും പോയി നിന്നെ പോലെ പൊക്കൂല. നീ മീൻ ചന്തേ പോയി പോയാലും പൊക്കും. മീൻ വാങ്ങിക്കാൻ തർക്കം പോതാ നീ പൊക്കുമായിരിക്കും. അങ്ങനെ ഞാൻ പൊക്കൂല. മീൻ ചന്ത ചെന്ന് എന്നാ ഞങ്ങളെ മീന് 150 രൂപ, ആ 150 തരൂല, എന്നാ കണ്ടോളാകുമ്പേ എന്ന് പറഞ്ഞ് പൊക്കി കാണിക്കും. മീൻ മുറിക്കണ കത്തി വെച്ച് ഇവന്റെ സാധനം വെട്ടി എവിടെ ഇടും, മൊട്ടാണ് ഇടും. നീ വാ, നിന്റെ കുണ്ണ ഞാൻ വെട്ടു ആദ്യം. ഹെഡ്ഫോണിന്റെ കത്തി വെട്ടി എവിടെ ഇടും ഇവിടെ. നിന്റെ കുണ്ണ ഞാൻ വെട്ടിയെടുത്ത് അറബിയുടെ കൈ കൊടുക്കും. നിന്റെ കുണ്ണ വെട്ടി ഞാൻ അറബിക്ക് കൊടുക്കും. നോക്കിയോ, ക്യാരക്ടർ മാറ്റാണ്ടി മകൻ. ഇതിന്റെ പോലും ഇത് സാധനം ഓടാ. അതില് അവൻ ഡ്രിഫ്റ്റ് അടിക്കുന്ന ഒരു സാധനം ഉണ്ട് ആ ഫോട്ടോയില്. ഏതില്? ഞാൻ എടുത്തൊരു റാൻഡം ഫോട്ടോയിൽ അവൻ കവക്കി എടുക്കണമല്ലോ. ആര് ഡ്രിഫ്റ്റ് അടിക്കണം? അറബിയാ? ഓ അറബി നീ ഒന്നില്ലേ? അറബി ഡ്രിഫ്റ്റ് എന്ന് പറയാൻ പറ്റൂല അറബി അടിക്കണേന്. പിന്നെന്തിനാ അടിയത്? വാണോ അടിയ? ശരിയാ, നീ കേട്ടത് ശരിയാ. ലുക്ക് മാറ്റിയടാ റെഡ് ബോക്സ്. ഞാൻ ഒരു റെഡ് ഇതെടുത്തിട്ട് ജേഴ്സി പോലെ. ആ തോമസ് ഷെൽബിന് തൊപ്പിയടാ ചെയ്യണോ? ക്യാപ്റ്റൻ ഇങ്ങനെ വാടാ, നമുക്ക് മൂന്നാൾ കൂടെ എൻ്റെ വണ്ടീൻ്റെ ഫ്രണ്ട് ഇരിക്കാം. ക്യാപ്റ്റൻ നീ വന്ന് വന്നാൽ ഫോട്ടോ എടുക്കാം. വാ ഇങ്ങനെ ഇറങ്ങി വാ, വണ്ടീൻ്റെ ഫ്രണ്ടിൽ വാ. അതൊക്കെ വന്നാ നോക്കട്ട്. ഉണ്ണേ വാടാ വന്ന്, അത് നീ വരാൻ നോക്ക്. എവിടെ? അവിടെ അവിടെ ഇവിടെ നീ വണ്ടിയും കൊണ്ട് വരണ്ട, നടന്നു വാ. അവന് ബഗ് അടിച്ചടാ, അവന്റെ കണ്ട അവന് കാറും കൊണ്ട് വരണേ ഉള്ളു. അവൻ വണ്ടി കാറും കൊണ്ടല്ല. ക്യാരക്ടർ വെളിയിറങ്ങിക്കിട്ടാ. നിനക്ക് കാണാനില്ല, നീ പറയാറുന്നല്ലേ, നിനക്ക് കാണായിരുന്നല്ലേ. ഇപ്പൊ കണ്ട നീ ഇപ്പൊ കണ്ട് ഇനി കാറ് കയറണേ. ഇനി ഇങ്ങി വാ, കാറില് വേറെ കുണ്ണേലും പോണ്ട. ഇങ്ങി വാ. അറബി ഫോട്ടോ എടുക്കണ്ടേ? നീ ഫോട്ടോ നല്ല കേട്ടോ. അളിയ അമർട്ട് തരാൻ പറ. ക്യാപ്റ്റൻ വാടാ. ക്യാപ്റ്റൻ വന്നില്ലേ നോക്കട്ടെ ആ കുണ്ണേനെ. ആ അവിടെ എവിടെ ഉണ്ട്. അളിയാ നീ അനങ്ങാ, നമുക്ക് ഫോട്ടോ എടുക്കാം. അറബി നമുക്ക് ഫോട്ടോ എടുക്കാം. അറബി അപ്പുറത്ത് വയ്ക്കടാ. ആ വണ്ടിയിൽ ഇപ്പുറത്ത് സൈഡോ ആ ഫ്രെയിമിൽ കിട്ടൂലേ നിന്നെ. കൂടെ ബാക്കിലോട്ട് ചേർന്ന്, ബാക്കിലോട്ട് വണ്ടി ചേർന്നി. ആ അതായാലും മതി. അറബി നിനക്ക് എടാ നിങ്ങൾ രണ്ടും കൂടെ ഫോട്ടോ എടുത്തോ കേട്ടോ. ഞാൻ മാത്രം എടുത്തിട്ട് നിങ്ങളും കൂടെ എടുത്തോ കേട്ടോ. ഇപ്പൊ കൊള്ളാം ചാറ്റ്. സീരിയസ്ലി ചാറ്റ് ഡബ്ല്യൂ എടാ എല്ലാം എടുക്കട്ടെ. ഈവൻ ഇങ്ങോട്ടും കൂടെ എടുക്കട്ടെ. ഒരു അന്നങ്ങല്ലേ. ഒരു ഫോട്ടോ എടുത്തല്ല, നമ്മളെ കാർ ഇങ്ങനെ കറക്കി കൊണ്ടിട്ട് നമ്മൾ ആ കാറിന്റെ അവിടെ ഇങ്ങനെ വിടും. എന്നിട്ട് മണ്ടയിലായിട്ട് ഇങ്ങനെ നോക്കണം. മറ്റേ അതിന്റെ സാധനം ഡ്രോൺ ഇട്ടാ ഫീഡിയസിലുണ്ടല്ലോ 3 കാർ ഇങ്ങനെ കറക്കി ഇട്ടിട്ട് അതിന്റെ ഓരോരുത്തന്മാർ അതിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് മണ്ടയിലത്തെ ക്യാമറ വെച്ച് നോക്കണം. അതിന് കറക്കിടുമ്പോ അത് റെക്കോർഡ് ആവില്ലല്ലോ. വീഡിയോ ആണെങ്കിലല്ലേ കറക്കണ വീഡിയോ ഇടും. അത് ഞാൻ കാണിച്ചു തരാം. ഫോട്ടോയാണ് സംഭവം ഞാൻ കാണിച്ചു തരാം.
ഓക്കെ അറബി നീ ഇനി കാറിന്റെ അപ്പുറത്ത് വയ്ക്കുക, നീ ഞാനും കൂടെ ഒപ്പം കളിയാ. നീ കാറിന്റെ അപ്പുറത്ത് വയ്ക്കുക, അവൻ നിന്റെ അടുത്ത്. ഓരോരുത്തരും ഓരോ കാറിന്റെ അടുത്ത് പോയിക്കണം, കറക്കി ഇടണം. ഓ അവര് സ്വന്തം കാറിന്റെ അടുത്ത് വയ്ക്കും. അറബി കുത്തി കൂടെ ബാക്കിലോട്ട് ചേർന്ന്. എനിക്കത് കേൾക്കാൻ പറ്റൂല, നിങ്ങൾക്ക് വണ്ടി ഒന്ന് ഇങ്ങോട്ട് ഇറക്കിയാണ്. എടാ വണ്ടി ഇപ്പൊ മാറ്റിയ ഇത് പോവും, ഫോട്ടോ എടുക്കാനുള്ള സാധനം പോവും. ചേർന്ന് നിൽക്കടാ, എൻ്റെ വണ്ടി ചേർന്ന് നിൽക്ക്, ചേർന്ന് നിൽക്ക്. ആ അത് ഏണത്തിൽ കൂടെ ഫ്രണ്ടിലോട്ട് നിന്നോ ശാകരം, ഇതും കൊള്ളാം. അവൻ ക്യാരക്ടർ വെളി കണ്ടാ അവന്റെ ഇപ്പോഴും കാണിക്കും, നോക്ക് കണ്ട. എനിക്ക് അവനെ സെറ്റാക്കും. അറബി ഓക്കെ ഇനി നീ അവൻ പറയട്ടെ, അവൻ പറഞ്ഞ സാധനം എടുക്കാം. അറബി അവൻ പറഞ്ഞ സാധനം എടുക്കാം. വണ്ടി നമ്മളെ ഇവിടെ ഇങ്ങനെ കൊണ്ടങ്ങിടണം. ഞാൻ ഇവിടെ ഇട്ടാ മതിയാ വണ്ടി, മാറ്റണോ? ഞാൻ വണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ട്. ഞാൻ എവിടെയാണ് അത് പറ. നീ കുറച്ചുകൂടെ ബാക്കിൽ നിന്ന് എന്റെ ഈ ഒരു ലെവലിൽ നിൽക്കണം. ഞാൻ ഇപ്പൊ ഇവിടെ ഞാൻ ഇങ്ങനെയാണ് നിൽക്കണം. എന്റെ ഫ്രണ്ട് തൊട്ട് എന്റെ വണ്ടിയുടെ തൊട്ട് ഫ്രണ്ട് ഇങ്ങനെ നിൽക്കും. നീ ഈ ഒരു പൊസിഷൻ. ഓ എനിക്ക് മനസ്സിലായി. ഓ ഇല്ല തരുമാ, എനിക്ക് സംഭവം മനസ്സിലായി. ഇപ്പൊ കത്തി ഞാൻ വരാം ഇപ്പൊ കത്തി. എനിക്ക് കറങ്ങി കിടക്കണം, വണ്ടി കറങ്ങി കിടക്കണം. എടാ എത്തി കൂടെ ചേർത്തിക്കണ്ടേ എനിക്ക്. ഞാൻ ഇവിടെ നിൽക്കാം. ഞാൻ എന്റെ ഇങ്ങനെയല്ലേ എന്റെ വണ്ടിയുടെ ഫ്രണ്ട് ഞാൻ നിൽക്കും. ഇതല്ലേ സാധനം. ഇപ്പൊ എനിക്ക് മനസ്സിലായി ആ സംഭവം, എനിക്കറിയാം. എങ്ങനെ കുറച്ചൊരു ഫ്രണ്ട് കൊണ്ടിട്ട് അറബി കുറച്ചുകൂടെ ഫ്രണ്ടിൽ. എന്നിട്ട് ഞാൻ കുറച്ചു, ഞാൻ ഇവിടെ കൂടെ കൊണ്ടിടണം. ഞാൻ ഫോട്ടോ എടുക്കട്ടെ. എടാ ഞാൻ ഇവിടെ ഇട്ട്, ഞാൻ നിങ്ങളാണ് ഇനി കറക്റ്റ് ഇടാവുള്ള. ഞാൻ ഇട്ടേ കളിയാ. ശരിയാ കേട്ടത് ശരിയാ. അവന്റെ ക്യാരക്ടർ വെളി അത് ഒരു ഇത് തന്നെ. ബഗ്ഗെന്ന് പറഞ്ഞുണ്ടല്ലേ. അറബി നീ വണ്ടിയിൽ നിന്ന് കയറി വണ്ടി കയറിയിരിക്കണം. നോക്കട്ട് അത് തന്നെ. എന്നിട്ട് നീ അവിടെ ഫ്രണ്ടിൽ എവിടെ നിൽക്കട്ടെ, കുറച്ചുകൂടെ ബാക്ക് സൈഡ്. എടാ എന്റെ കാറ് കറക്റ്റ് ഇടണോ? എന്റെ കാറ് ഫ്രണ്ടിലോട്ട് ഇടണോ? ഓ നിന്റെ കാറ് ഫ്രണ്ടിലോട്ട് ഇടണം. എന്റെ ഫേസ് ചെയ്തിരിക്കണം. അറബി കാറിന്റെ സെന്ററിൽ വേണം നിൽക്കാൻ. എന്ത് പൂക്കളം ഇടണ? ഞാൻ ഫ്രണ്ടിലോട്ട് ഇട്ട് വണ്ടി ഫ്രണ്ടിലോട്ട് ഇടട്ട്. ഒരു ബ്ലർ കണക്കാ സംഭവം. എന്തേ ഫോട്ടോ എടുക്കാൻ മാറിപ്പോയി പാറി. ഞാൻ എന്റെ ബാക്കിലായി പോയി കയറിയിരുന്ന. അതൊക്കെ ഫ്രണ്ടിൽ കയറിയുള്ളൂ. കറക്റ്റ് നിൽക്കാന്നോ കളിയാ? കറക്റ്റ് നിൽക്കാന്നോ? എടാ എത്ര ഫ്രണ്ട് ചെയ്യണമെന്ന് പറഞ്ഞോടാ. ഞാൻ പതിയെ വരാമേ. മതിയാ മതിയാ കുറച്ചുകൂടെ കുറെ കൂടെ പോണം. മതിയാ കുറച്ചുകൂടെ മതി. അല്ല അത് സെറ്റാക്കാം. ഇവിടെ നിന്നാ മതിയാ. എനിക്ക് ഞാൻ ഒന്ന് എനിക്ക് ഗ്രാഫിക്സ് സെറ്റ് ആക്കിയോട്ടെ. ഗ്രാഫിക്സ് സെറ്റ് ആക്കാതെ പറ്റൂലേ? എടാ എല്ലാരും ഫുൾ ഗ്രാഫിക്സ് ഇടുക കേട്ടാ. ഫുൾ ഗ്രാഫിക്സ് ഇട്ട് സെറ്റാക്കാം. അനങ്ങല്ലടാ ക്യാപ്റ്റാ, നിനക്കാണ് ബഗ് വേണം നിന്റെ ക്യാരക്ടറിന്. ഡ്രോണിലേ പറ്റും. നീ എന്താ പറയണ? എടാ നിന്റെ കാറിന്റെ സെന്ററിൽ ഇരുന്നാണ് ഞാനും കുറച്ച് നിൽക്കാറുണ്ട്. സെന്ററിൽ ബോണറ്റിന്റെ സെന്ററിൽ. ബോണറ്റിന്റെ സെന്റർ അല്ലേ? ഓക്കെ സെന്ററിൽ നിൽക്കണം വണ്ടി. ഇതാണ്
എടാ അതല്ല കുറച്ചുകൂടെ സെന്ററിൽ ഇരിക്കണം, നടുക്ക് ഇരിക്കണം വണ്ടിയില്. ഈ ഗ്രാഫിക്സ് കൂട്ടിയോണ്ട് പെട്ടെന്ന് മതിയാ. എടാ വേറെ ഒരു കിള്ള ഫോട്ടോ ഐഡിയ ഉണ്ട്. എന്തിരുന്നാ അത് നമുക്ക് ചെയർ ഇരിക്കാൻ പറ്റില്ല. നമ്മള് മൂന്നേരം ചെയർ ഇരിക്കാൻ നമ്മളെ വണ്ടി നമ്മളെ ബാഗ് നമ്മളെ ഫേസ് ചെയ്തിങ്ങനെ വെക്കണം. മൂന്നെണ്ണം അടിച്ചിട്ട് കിടക്കണം. എടാ ഞാൻ കറക്റ്റ് തന്നെ ഇരിക്കണ തന്നെ 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 എന്റെ വണ്ടി കുറച്ചുകൂടെ ഇടട്ടെ. ഇത് സെറ്റ് അല്ല, ഞാൻ നോക്കിയായിരുന്നു. എടാ നീ ഇവനാണ് നീ മാറ്റാൻ പോണത്. എന്റെ വണ്ടി ചെറുതായിട്ടൊന്ന് ചെറുതായിട്ട് റവി നീ ലൊട്ടത്തരം കാണിക്കല് കറക്റ്റ് ഉണ്ട്. കറക്റ്റ് ഉണ്ട് നേരെ കൊണ്ടുവന്ന് കേട്ടോ. അതില് ഞാൻ നോക്കിയായിരുന്നു. ഓക്കെ ഇത്രേ ഉള്ളൂ നൈസ്. ക്യാപ്റ്റൻ ഡ്രോൺ വെച്ചെടുക്കാൻ കറക്റ്റ് നിന്റെ മൈൻഡിലാണ് എങ്ങനെ സെന്ററിൽ വന്ന് കിട്ടണ. ഓക്കെ ഇപ്പോഴാണോ തെറ്റാ? ശരി ചരിച്ചൊക്കെ എടുക്കാം. അതൊക്കെ നീ ഏത് ആംഗിളിലാണല്ലോ എടുത്തു. മാത്രം ഫോക്കസ് ചെയ്യല്ലേ. കറകം വെച്ച് തല ഇറങ്ങി കിടക്കുവാണ്. ഓക്കെ ക്യാപ്റ്റൻ സിബിലോട്ടൊന്നും ആംഗിൾ ചെയ്ത് കേട്ടല്ലേ? സിബിലോട്ടൊന്നും സൂമിയല്ലേ? ക്യാപ്ചർ ചെയ്യണം നമ്മളെ വണ്ടികൾ മാത്രവും. അറബി സിബ് കൊത്തി പിടിച്ചു കേട്ടാ, അതിൻ്റെ അകത്തൊന്ന് സൂം ചെയ്ത് വരും. നിന്റെ മാനം കപ്പൽ കയറും. ഓക്കെ ഇത് സെറ്റായിട്ട് ഇതിന്റെ ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ 3 പേരും റാൻഡായിട്ട് നമ്മളെ കാറിൽ വന്ന് മീറ്റ് ചെയ്യണേനും. ഫോട്ടോയുടെ അർത്ഥം അതാണ്. ഫോട്ടോ ഈ അർത്ഥമൊക്കെ ഉണ്ടോ? അതാണ് ഫോട്ടോയിൽ അർത്ഥമൊക്കെ ഉണ്ട് കേട്ടാ അറബി, ഫോട്ടോയിൽ അർത്ഥമുണ്ട്. ഫോട്ടോയിൽ അർത്ഥമോ? അങ്ങനെ ഫോട്ടോ കണ്ടാ ഫോട്ടോയിലെങ്കിലും അർത്ഥം. എടാ ഓരോ ഫോട്ടോ ഓരോ കാര്യങ്ങൾ പറയും നമ്മളോട്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മള് ഫ്രണ്ട്സ് ആണ്. അപ്പൊ നമ്മളെ 3 കാറിൽ നമ്മൾ മീറ്റ് ചെയ്യും. അതാ ഇപ്പൊ നമ്മള് വാണ വീടിന് ഒരു ഫോട്ടോ എടുത്താൽ വാണ ആ കഥ പറയും. അങ്ങനെയാണ്. ക്യാപ്റ്റൻ പറഞ്ഞു ഇതല്ല ചുമ്മാ ഇത് മാറി. ഫോട്ടോ എടുത്ത് വണ്ടിയെ കൊണ്ട് വേറെ എവിടെയെങ്കിലും പൊക്കോ. അനങ്ങാതിരി ഉണ്ണ ഞാൻ എടുക്കട്ട് പെടച്ചില്ല. ഇനി കുറച്ച് എസ്തറ്റിക് ഫോട്ടോ എടുക്കാം എവിടെയെങ്കിലും പോവാ. എസ്തറ്റിക്കാ വണ്ടി എടുത്തറാമേ. കുഴപ്പമില്ല ഞാൻ മാറ്റി. ഡേ ലൈറ്റ് സിനിമാറ്റിക് അതിൽ എടാ നീ എന്ത് തലയെ കൊണ്ട് കയറ്റണം അറബി വണ്ടി. Oh my god. Oh my god. ഇതിനൊരു 10 ലൈക്കെങ്കിലും കിട്ടണം. 10 ലൈക്ക് കിട്ടണ വഴിയൊക്കെ ഉണ്ട്. അത് കിട്ടില്ല. അവന്റെ ക്യാരക്ടർ വെളിയിറങ്ങിക്കോ. അത് ബാക്കി ഞാൻ കണ്ട് ഗ്രാഫിക്സ് ഹൈ. എഫക്റ്റില് സിനിമാറ്റിക്. ഓക്കെ സെറ്റ്.
വണ്ടി എടുത്ത് പോകാനാണ് ക്ലോക്സ്. എക്സ്പോസ് കൺട്രോൾ ചെയ്താൽ വണ്ടി കിടിലായിട്ട് ഫോട്ടോ എടുക്കാം. എടാ നിങ്ങളെ എന്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഡ്രിഫ്റ്റ് അടിക്കണേ പറിക്കണേക്കെ വരട്ടുവാ. നീ ഇപ്പൊ എവിടെ അയക്കണം? ഞാൻ അങ്ങോട്ട് വരാം. വണ്ടി റിപ്പയർ ചെയ്യട്ടെ വീട്ടിൽ. അറബി ഒറ്റയ്ക്ക് പോയിട്ട് റിപ്പയർ ചെയ്യണ്ടാ. കേറ്റാൻ പാടാ ചെളി. നമ്മള് കുറെ നോക്കിയാണ്. അപ്പൊ നിനക്ക് എയർ സസ്പെൻഷൻ ചെയ്യേണ്ടി വരും. ഞാൻ സുഖമായിട്ട് കയറ്റിയല്ലേ. ഓ എന്നെ പിടിച്ചാൻ. പോടാ, അവന്റെ അതിനെക്കാട്ടി ഹൈറ്റ് ഉണ്ട്. അവന്റെ തട്ടയൊന്നും ഇല്ല. ചുമ്മാ പറഞ്ഞാൽ ആരെ ആരെ ക്യാപ്റ്റൻ മറ്റേ വണ്ടിയാണ്. മഞ്ഞ വണ്ടിയാണ്. നല്ല ഫോട്ടോ റോഡിലേക്ക് റോട്ട് വന്നത്. നീ എന്തിനാ 15 മിനിറ്റ് റോഡിന് ചിന്തിക്കാൻ റോട്ടിൽ തന്നെ വരും. ഓ വേറൊരു സാധനം ഉണ്ടേ, നമ്മളെ BM-ന്റെ ആട് ഐ ഇത് കിട്ടണം. ഫ്ലാറ്റ് ഇതിൽ പോയിട്ട് ലൈറ്റ് ഓൺ ആക്കി ഇടണം. എനിക്ക് ഫോട്ടോ എടുക്കണം. നൈറ്റ് മോഡ്. അറബി നീ അപ്പൊ ആ ഇത് കിട്ടാം. അത് എവിടെ പോണം? ഫോട്ടോ എടുക്കാനാണ് അവിടെ പോയിട്ട് കാര്യമില്ല. ഫോട്ടോ എടുക്കാൻ ജമ്പ് ചെയ്യിപ്പിക്കാനാണ് കാര്യമുള്ളൂ. ഫോട്ടോ എടുക്കാൻ അവിടെ പോയിട്ട് കാര്യമില്ല. ഫോട്ടോ വേണം എടുക്കാൻ. ഫോട്ടോ ഇപ്പം ഞാൻ എടാ നല്ല സ്ഥലം നിനക്ക്. എടാ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോവാം. അവിടെ നല്ല ഫോട്ടോ എടുക്കാം. പോലീസ് സ്റ്റേഷൻ വണ്ടി നമ്പർ പ്ലേറ്റ് ചെയ്യാൻ ശ്രീലങ്കയിൽ കൊടുത്തേക്കാണ്. വണ്ടി ഇപ്പം വരും. 1 മാസം ഞാൻ ഇറക്കും. മറ്റേ എണ്ണയും മറ്റേ നമ്പർ പ്ലേറ്റ് മാറി ഇന്ത്യൻ രജിസ്ട്രേഷൻ ആക്കി വണ്ടി ഇറക്കും. ബോർഡർ വഴി ഇറക്കും ഞാൻ. എത്ര കഷ്ടപ്പെട്ട് കുനിഞ്ഞ് നിന്നൊക്കെയാണ് പൈസ ഉണ്ടാക്കി ഇതിനു വേണ്ടി അയച്ചതെന്നാ. 1 രൂപയ്ക്ക് 1 അടിയുടെ ഇതുണ്ട്. ഒരു കേറ്റക്കത്തിനേട് 1 രൂപ ആ വിലയുണ്ട് അതിന്. ഈ കടയിലവിടെ കണ്ട കടയില് ഇറങ്ങട്ട്. കടയിലവിടെ ഓ ഓ ഓ ഇത് മോഡലാണ്. ഇത് അടാ നീ പിന്നെ ആണുങ്ങളെ കണ്ട ഓടണ, പെണ്ണുങ്ങളെ കണ്ട ഓടൂലേ? വാ അവിടെ കാറ് കൊണ്ടിട്ട് ഫ്രണ്ട് ഫോട്ടോ എടുത്താൽ മതി. ഈ എന്തിലോട്ടാ പോയടാ. ഏത് കൊള്ളാല്ലേ? ആ റിയലിസ്റ്റിക് ഉണ്ട്. നല്ലൊരു റിയലിസ്റ്റിക് ഉണ്ട്. കൈ പൊക്കിപ്പിടി അറബി. അറബിയുടെ കൈ താന്ന് അറബിയുടെ കൈ. തമ്മുവിന്റെ ഫോട്ടോ അല്ല അറബി. തമ്മൂനെ കഷ്ടം ചെയ്യാണെങ്കിൽ ഇവൻ തമ്മൂന്റെ വേറെ നൂറ് സാധനം ആ തമ്മു അല്ല കേട്ടാ ആള് നോക്കി. ഞാൻ ഫോട്ടോ എടുക്കാൻ പോയി. കാറ് കുറച്ച് ഫ്രണ്ടിൽ കേറ്റണം. എടാ തമ്മുവല്ല, നീ വരണ്ട, നമ്മള് പോയിട്ട് വരാം. നീ വന്നോ, കൈ പൊക്കി പിടിച്ചോണം. പാന്റിന്റെ അങ്ങോട്ട് കൈ പോണ കണ്ട നമ്മള് പിടിച്ച് വെട്ടിക്കളയും. ഒരു ശതമാനം ചാർജ് അവന്റെ തന്റെ വിട്ടോ 1% ചാർജാ. ഇപ്പഴാടാ തേങ്ങ കാണുന്നത്. അവൻ തമ്മൂനെ കണ്ടപ്പോ എല്ലാം മറന്നു. തമ്മൂന്റെ ഫോട്ടോ ആണ് വിചാരിച്ച് ഓടി വന്നപ്പോഴേ എല്ലാം വിട്ടുപോയി.
പോയില്ല 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 മോളില്ലേ അറബി? ഫോണിന്റെ അഡ്വർടൈസ്മെന്റ് കാണിക്കണ ഫോൺ കടയാണോ ഇത്? തൊട്ട് ബാക്കിയുള്ള സാധനം BMW മ്യൂസിയമാണ്, പക്ഷെ അതിന് BM-ന്റെ ഒന്നും കൊടുത്തിട്ടില്ല. ഏത് എവള് നിക്കണതാ? അല്ലല്ല, ഇവളെ ബാക്കി ഒരു വലിയ കെട്ടിടം കണ്ട, വലിയ റൗണ്ട് ബ്ലൂ കെട്ടിടം. ഇവളെ ബേക്കില്ല, നോക്കട്ടെ ഡ്രോൺ ടോക്കട്ട്. എന്താണ്ട് നമ്മളെ ഇതിന്റെ മേളിൽ ഏറ്റവും ടോപ്പ് കാണുന്ന ബ്ലൂ കെട്ടിടം. രാവിലെ പാട്ടീനെ മോൻ്റെ ഉണ്ണയാൻ പറ്റും. ആ കണ്ട്, ടോണി സ്റ്റാർക്കിന്റെ കെട്ടിടം. ടോണി സ്റ്റാർക്ക് BMW മ്യൂസിയം. ഇതാ ഓ BMW മ്യൂസിയം. അങ്ങോട്ട് കേറാൻ പറ്റൂ? എടാ അങ്ങോട്ട് ഒന്നും കേറാനൊന്നും പറ്റില്ല. BM-ന്റെ ലോഗോ പോലും എടുത്ത് കൊടുത്തിട്ടില്ല, പക്ഷെ BM-ന്റെ മ്യൂസിയം ആണത്. എന്തിരി അറബി പോയില്ലേ? അറബിക്ക് ചാർജ് ഇല്ലല്ലേ? അറബി പോയെന്നോ? എടാ റെഡ് ഫോക്സ് സിറ്റി മാറിക്കേണ്ട കുറച്ച് ഫോട്ടോ എടുത്തിട്ട്. പെണ്ണിനെ കിട്ടിയപ്പോ മയിറിന് നമ്മളെ വേണ്ട അറബി. പെണ്ണിന്റെ ഫോട്ടോ കണ്ടപ്പോഴേ അവന് ജെർക്ക് ചെയ്യാൻ തുടങ്ങി. ഫോട്ടോ എടുക്കാൻ ഓക്കെ മാറ. ആ അറബിയുടെ കാർ എടുത്ത് മാറ്റാം, അവൻ്റെ അടുത്ത് പറ. ഇത് എൻ്റെ കാർ ഞാൻ മാറ്റും. അറബി പച്ച തേങ്ങ എടുത്ത് മാറ്റിക്കണത്. എക്സോസ്റ്റ് എന്ന് പറഞ്ഞ് 2 പൈപ്പ് കുത്തിക്കയറ്റി, വീട്ടിൽ 2 പൈപ്പ് കുത്തിക്കയറ്റി വെച്ചൊരു വണ്ടി. ആ ഒരു കുണ്ടേ പൊട്ടൂല. അതൊക്കെ ഇവ എന്നെ കണ്ടിട്ട് അവന് ഇതായി, അവനില്ല. സ്ലോട്ട വണ്ടി. എന്താ അറബിയില്ല സെറ്റ് ഇങ്ങോട്ട് വാ, അവൻ ഫോട്ടോ എടുക്കണ്ടേ? നീ അവിടെ അത് ഫോട്ടോ ആളെ നോക്ക്. അറബി ഫോട്ടോ അല്ല എടുക്കണം, അറബി വേറെ പരിപാടിയാണ്. നമുക്ക് വേണേൽ അറബീനെ സൂം ചെയ്ത് വെക്കട്ടെ. ഞാൻ അറബിനെ സൂം ചെയ്ത് വെക്കട്ടെ. അപ്പോൾ എന്ത് ചെയ്യണം? അവൻ്റെ കൈ എനിക്കൊന്ന് കാണണം, അറബിയുടെ കൈ. ചിലപ്പോൾ കൈ അറബി എന്ത് കുണ്ണത്തരോടാ കാണിക്കണം? വണ്ടി കൊണ്ട് അവൻ വണ്ടിയുടെ മോള് നശിച്ചാണ്. അറബി ഹാക്കർ അറബി. എന്നാലും ഇതാരാണോ ഈ ചേച്ചി? എന്തിരുന്നാ ചേച്ചി ഇതാരാന്നോ നെറ്റിൽ അടിച്ചു നോക്കാം. അവൻ എന്തായാലും അടിക്കണതല്ലേ, വെറൈറ്റി എങ്കിലും അവൻ അടിക്കണുണ്ട്. നീ ഒരെണ്ണം മാത്രമല്ലേ എപ്പോഴും അടിക്കണം. തമ്മു വ്യത്യാസമുണ്ട്. എന്തൊരു ഒലാക്ക്? ആ ഫോട്ടോയിൽ നോക്ക് താഴെ പച്ച കളർ ഒലാഗ്. എടാ അവളെ പേര് ഒലാഗ് ജെ. ഏതാ ആക്ടറാ? വല്ല മോഡലായിരിക്കും. തമ്മൂനെയാണ് ഗെയിം ക്രിയേറ്ററിന്റെ മോളാണെങ്കിൽ ചിലപ്പോ മിത്തുണ്ട്, മിത്ത് അങ്ങനെയൊക്കെ മിത്ത് വരാൻ ചിലപ്പോ. അത് GTA-ലൊക്കെ അല്ലേ, ഇതിലങ്ങനെയൊക്കെ ചിലപ്പോ പറയാൻ മിത്താണെങ്കിൽ അങ്ങനെയൊക്കെ വരും ചിലപ്പോ. എടാ ഇത് ഏത് ഫോണിന്റെ അഡ്വർടൈസ്മെന്റ് ആണ്? സൂം ചെയ്ത് വയ്യാണ്. ഇത് എനിക്ക് ഐഫോൺ ആണ് അളിയത്. എനിക്ക് ഐഫോൺ ആയിട്ടാണ് പെട്ടെന്ന്. ഐഫോൺ അല്ല. പിന്നെ അതേത് ഫോൺ? ഏതാണ് ഫോണിന്റെ അഡ്വർടൈസ്മെന്റ് ആണ്? ഞാൻ സൂം ചെയ്ത് നോക്കട്ടെ. ഞാൻ ഐഫോൺ ഒക്കെ. പിന്നെ അതേ സാംസങ് ആണെന്ന് തോന്നുന്നു. ആ എഴുതിയേക്കണ ക്ലിയർ അല്ല. കൊണ്ടൊന്നും ക്ലിയർ അല്ല. വണ്ടി എത്ര തവണ റിപ്പയർ ചെയ്താലും ഇടിക്കാനായിട്ടാണ്. ഞാൻ ഫോട്ടോ എടുത്ത് വെക്കട്ടെ. ഞാൻ വണ്ടി ഇവിടെ മാറ്റിത്തരാം. വേറെ ഇതേതാടാ? ഇവിടെ നമ്മള് പോയിട്ടില്ല. നീ വാ റബിയാ, ക്യാപ്റ്റൻ ഒന്നാം ഈയിടെ ഞാൻ പോയിട്ടില്ലല്ലോ. ഞാൻ ഇപ്പഴാണ് കാണുന്നത്. നോക്കട്ടെ. അറബി നീ ഇനി പോയി? അറബി ഒറ്റയ്ക്ക് അങ്ങനെ പോയിട്ടുണ്ടാകുമ്പോ ചേട്ടാ, ഞാൻ പോയിട്ടില്ലടാ. ഇല്ല ഞാൻ പറയാൻ പറ്റും. അറബി നീ ഒറ്റയ്ക്ക് പോയാടാ?
ഏത് സ്ഥലം ഏത് സ്ഥലം സിറ്റിയിൽ ഒരിടം. ഈ അറബി എന്തോന്ന് കാണിക്കണത്? ഡ്രിഫ്റ്റ് അടിച്ച് കറക്കണ. ഞാൻ ഇപ്പഴാ നീ എന്തിനാ ബഗ്ഗടാ? അല്ല, നീ ഡ്രിഫ്റ്റ് അടിക്കണ ഞാനും കണ്ടേണ്. നീ എന്റെ അടുത്ത് നീ ഡ്രിഫ്റ്റ് അടിച്ചോണ്ടിരുന്നു. അവിടെ ഇപ്പഴും ക്യാപ്റ്റന്റെ അടുത്ത്. പക്ഷെ ഇവിടെ എനിക്ക് പുക മാത്രമേ കാണുന്നുള്ളൂ, അവന്റെ കാറ് പോലും കാണുന്നില്ല. ബഗ്ഗടാ അവന്. ട്രക്ക് മെയിനെ ഓ ഇടിച്ചു.